സത്യസരണയുടെ പേരിലായിരുന്നാലും പല പ്രസ്ഥാനങ്ങളും കടന്നു വന്നിട്ടുണ്ട്. എന്നിട്ട് അവർ പറഞ്ഞു, ഞങ്ങളാണ് യഥാർത്ഥ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകൾ, ഞങ്ങൾ പറഞ്ഞതാണ് ശരി, ഞങ്ങൾ പറയുന്നതാണ് ശരി, ഞങ്ങളുടെ അടുക്കൽ അതിനു വേണ്ടിയുള്ള തെളിവുകളുണ്ട്, ഞങ്ങളത് നിങ്ങളുടെ മുമ്പിൽ വെക്കാം. ഞങ്ങൾ മകന്മാരുടെയോ മറ്റോ കൗലുകളോ അവരുടെ വാക്കുകളോ അല്ല പറയുന്നത്, മറിച്ച് പരിശുദ്ധമായ ഖുർആനും ഹദീസുമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പറയുന്നതാണ് സത്യം എന്ന് പറഞ്ഞ് അവർ രംഗത്ത് വന്നപ്പോൾ അതിന്റെ പിന്നിലുള്ള അവരുടെ ചിന്താധാര എന്താണെന്ന് മനസ്സിലാക്കിയ പണ്ഡിതന്മാർ പറഞ്ഞു, അത് അപകടമാണ്. അപകടത്തിന്റെ വഴിയിലേക്കാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമിക പ്രബോധനം നടത്തിയിട്ട് പറഞ്ഞു, ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യറൂനഹും സുമ്മല്ലദീന യറൂനഹും, ഏറ്റവും ഉത്തമമായ നൂറ്റാണ്ട് എന്ന് പറയുന്നത് എന്റെ നൂറ്റാണ്ടാണ്, പിന്നെ അതിനോടടുത്തതാണ്, പിന്നെ അതിനോടടുത്തതാണ് എന്ന് 3 നൂറ്റാണ്ടിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നപ്പോ ആ 3 നൂറ്റാണ്ടുകാർ എങ്ങനെയാണോ ദീനുൽ ഇസ്ലാമിനെ പഠിച്ചത്, മനസ്സിലാക്കിയത്, അതുപോലെ ആ ദീനുൽ ഇസ്ലാമിനെ പഠിക്കുകയല്ലാതെ മറ്റു മാർഗം ഇല്ലായിരുന്നു. നമ്മൾക്കറിയാം, പരിശുദ്ധ ഖുർആൻ അത് പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇവിടെ അയച്ച് സ്വലാത്ത് നല്ലോണം പറയുന്നുണ്ട്. നമ്മുടെ മൗലിദിന്റെ സദസ്സും കൂടിയാണത്. റബീഉൽ അവ്വൽ മാസാണ്, 12 ഇപ്പോൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഏതായാലും അപ്പൊ സ്വലാത്ത് നമ്മൾ നബിന്റെ പേര് വെക്കുമ്പോൾ കൂട്ടത്തിൽ ഇങ്ങനെ ചൊല്ലിക്കൊടുക്കണം. അവർക്ക് തന്നെയല്ലേ ഈ സദസ്സിൽ വന്നിരുന്നാൽ കിട്ടാനുള്ള, നമ്മൾ അറിയാതെ കിട്ടുന്ന ഒരുപാട് ഹസനത്തുകളാത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, എന്റെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹു എന്റെ പേരിൽ 10 സ്വലാത്ത് ചൊല്ലുന്നു. അപ്പൊ അതുകൊണ്ട് സ്വലാത്ത് അങ്ങനെ നടന്നോട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹു അയക്കുകയും അവിടുന്ന് ആ നിരക്ഷരരായ സമൂഹത്തെ ഉത്ബുദ്ധരാക്കിക്കൊണ്ട് പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകളെ ഓതി കേൾപ്പിച്ചു കൊടുക്കുകയും അത് വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത്, മുസൽമാനായ മനുഷ്യൻ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് വരച്ച് കാണിച്ചു കൊടുത്തു. അതിനെ സംബന്ധിച്ചാണ് ആയിഷ ബിബി റളിയല്ലാഹു അൻഹയോട് വന്നുകൊണ്ട് ഒരാൾ ചോദിച്ചു, കൈഫ കാന ഖുലുഖു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ ചോദിച്ചു, അഫലാ ഖറഅതൽ ഖുർആന, നീ ഖുർആൻ പാരായണം ചെയ്യാറില്ലേ? ഖാല നഅം, അയാൾ പറഞ്ഞു, അതെ ഞാൻ ഖുർആൻ പാരായണം ചെയ്യാറുണ്ട്. കാന ഖുലുഖുൽ ഖുർആൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം എന്ന് പറയുന്നത് പരിശുദ്ധമായ ഖുർആനിന്റെ സ്വഭാവമായിരുന്നു. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശ്വാസപരമായ കാര്യങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന കാര്യങ്ങൾ, എല്ലാ വിഷയവും ഉൾക്കൊള്ളുന്നതാണ് സ്വഭാവം എന്ന് പറയുന്നത്. അതെല്ലാം പരിശുദ്ധമായ ഖുർആൻ അനുസരിച്ചായിരുന്നു. അതാണ് പരിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചത്, ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലി ലഫീ ളലാലിൻ മുബീൻ. അവർ പിൻകാലത്ത് പിഴച്ച ആളുകളായിരുന്നാലും പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകളെ ഓതി കേൾപ്പിച്ച് അതിന്റെ വിലക്കുകളെ പറഞ്ഞ് ആ സ്വഹാബത്തിനെ പരിശുദ്ധരാക്കി സംശുദ്ധരാക്കി എടുത്തു എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. എന്നിട്ട് ഖുർആൻ പറഞ്ഞു, വകദാലിക ജഅൽനാകും ഉമ്മതൻ വസതൻ ലിതകൂനൂ ശുഹദാ അലന്നാസ്, ഈ കാണുന്നതായ സമൂഹം അഥവാ സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും അവരാണ് അവരെ നമ്മളാക്കി ഉമ്മതൻ വസതൻ, മാധ്യമമായ സമൂഹമാക്കി. ഒരു സംഗതിയെ മറ്റൊരു സംഗതിയിലേക്ക് എത്തിക്കാനുള്ള സാധനത്തിനാണ് മാധ്യമം എന്ന് പറയുക. നമ്മൾ വാർത്താ മാധ്യമങ്ങൾ എന്ന് പറയാറുണ്ട്, അഥവാ വാർത്തകൾ നമ്മിലേക്ക് എത്തുന്ന മാർഗം. എന്നതുപോലെ പരിശുദ്ധമായ ഇസ്ലാം നമ്മിലേക്ക് എത്താനുള്ള മാർഗമാണ് സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും. അവരങ്ങനെയാക്കി അള്ളാഹു. അവരിലൂടെ അല്ലാതെ പരിശുദ്ധമായ ഇസ്ലാമിനെ നമുക്ക് എത്താൻ സാധ്യമല്ല. എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയോ അവിടുത്തെ സ്വഹാബത്തിനെയോ നേരിട്ട് കാണാത്ത നമ്മൾ പിന്നെ പരിശുദ്ധമായ ഇസ്ലാം സ്വീകരിക്കും? അതിനും പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, والسابقون الأولون من المهاجرين والأنصار والذين تبعوهم بإحسان رضي الله عنهم. ആദ്യമായി ഇസ്ലാമിലേക്ക് കടന്നു വന്ന സ്വഹാബത്തും അവരെ പിൻപറ്റിയതായ ആളുകളും, മുഹാജിറുകളിൽ നിന്നും അൻസാറുകളിൽ നിന്നും ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അവരെ പിൻപറ്റിയതായ പിൻ തലമുറക്കാർ അഥവാ താബിഉകൾ, അവരെ തൊട്ടും അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു. അപ്പൊ അവരെ പിൻപറ്റിയതായ വന്ന ആളുകളാണ് താബീങ്ങൾ എന്ന് പറയുന്നത്. ആ താബീങ്ങളെ തൊട്ട് അല്ലാഹുവിന്റെ തൃപ്തി ഉണ്ടായിട്ടുണ്ട്. ആ തൃപ്തിക്ക് വേണ്ടിയാണ് നമ്മൾ സദാ 5 ടൈമിന് ദുആ ചെയ്യുന്നത്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ഈ പറഞ്ഞ ആളുകളുടെ അഥവാ പ്രവാചകന്മാരുടെയും അതുപോലെ തന്നെ സ്വഹാബത്തിന്റെയും മറ്റ് അമ്പിയാക്കളുടെയും സ്വാലിഹീങ്ങളുടെ ഒക്കെ
മാർഗത്തിലേക്ക് ഞങ്ങളെ ചേർക്കണേ എന്ന് നമ്മൾ 5 വഖത്തിനും 17 തവണ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഈ പറയപ്പെട്ട ആളുകളുടെ മാർഗത്തിലേക്ക് ചേർക്കാൻ വേണ്ടി. അപ്പൊ അവരെ പിൻപറ്റി വരുന്നതിനെ സംബന്ധിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഏറ്റവും ഉത്തമമായ നൂറ്റാണ്ട് എന്ന് പറയുന്നത് എന്റെ നൂറ്റാണ്ടും പിന്നെ അതിനോടടുത്തതുമാണ്. അപ്പോൾ പരിശുദ്ധമായ ഇസ്ലാമിനെ മനസ്സിലാക്കാൻ ഈ 3 നൂറ്റാണ്ടുകാർ എങ്ങനെ ജീവിച്ചോ എന്ന് നമ്മൾ പഠിക്കണം. അങ്ങനെ പഠിക്കുമ്പോഴേ നമുക്ക് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ സാധ്യമാവൂ. അതിനെന്താണ് മാർഗം? അതിന് അന്നത്തെ ആളുകൾ പറഞ്ഞു വെച്ചത്, എഴുതി വെച്ചത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് കേരളത്തിലെ എന്നല്ല ലോകത്തെ മുസ്ലിമീങ്ങൾ 4 മദ്ഹബുകൾ സ്വീകരിക്കുന്നത്. ആ 4 മദ്ഹബിന്റെ ഇമാമുമാരും ഈ പറയപ്പെട്ട 3 നൂറ്റാണ്ടുകാരാണ്. അതുകൊണ്ട് തന്നെ ഉത്തമമായ നൂറ്റാണ്ടുകാരെ പിൻപറ്റി ജീവിക്കാൻ വേണ്ടി ആ 4 മദ്ഹബ് നമ്മൾ സ്വീകരിച്ചു. അതുകൊണ്ട് തന്നെ മറ്റു പ്രശ്നങ്ങൾ ഉണ്ടായില്ല, നമുക്ക് മാറ്റം വരുത്തേണ്ടി വന്നിട്ടില്ല. ഇസ്ലാമിന്റെ ചിട്ടകളെ നമ്മൾ പഠിച്ചപ്പോൾ അതിന് നമ്മൾ ഇന്നൊന്ന് പറഞ്ഞ് നാളെ മാറ്റേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല. എന്നാൽ കേരളത്തിൽ വന്ന ഈ ബിദഈ കക്ഷികളെ ഏതെടുത്തു നോക്കിയാലും ഇന്ന് നമുക്കറിയാം അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിനെ എതിർക്കാനുള്ള കക്ഷികളിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് മുജാഹിദ് പ്രസ്ഥാനമാണ്. ആ മുജാഹിദ് പ്രസ്ഥാനം ഇന്ന് ഭിന്നിച്ച് വീണ്ടും ഭിന്നിച്ച് അത് പിന്നെ വീണ്ടും ഭിന്നിച്ച് 6ഉം 7ഉം ഗ്രൂപ്പുകളായിട്ടാണ് നിൽക്കുന്നത്. എന്തുകൊണ്ട് സംഭവിച്ചു? ഒരു ചോദ്യമാണ്, നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ചോദ്യമാണ്. എന്തുകൊണ്ട് സംഭവിച്ചു? ഈ 3 നൂറ്റാണ്ടുകാരെ അവർ തള്ളിക്കളഞ്ഞു. അവരുടെ ചര്യയെ ഒഴിവാക്കി ഓരോരുത്തരും സ്വന്തം ഇജ്തിഹാദ് ചെയ്യാൻ തുടങ്ങി. ഓരോരുത്തരും പരിശുദ്ധ ഖുർആനും ഹദീസും വെച്ച് ഗവേഷണം ചെയ്തു. എന്നിട്ട് ഓരോരുത്തർക്കും പറ്റുന്ന അവർക്ക് തോന്നുന്ന രീതിയിൽ അവരെ പറയാൻ തുടങ്ങി. അങ്ങനെ പറഞ്ഞെന്ത് സംഭവിച്ചു? അയാൾ പറഞ്ഞ അയാളുടെ ഇഷ്ടപ്രകാരം, അതുകൊണ്ട് പറ്റൂല, വേറൊരു മൗലവി. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഈ മൗലവിയെ സംബന്ധിച്ച് മറ്റൊരു മൗലവി, അയാൾ പറഞ്ഞത് ശരിയല്ല, അതുകൊണ്ട് അത് പറ്റൂല, ഞാൻ പറഞ്ഞതാ ശരി. ഇങ്ങനെ തുടങ്ങി അവർ പരസ്പരം കുമ്പസരിക്കുന്നിടത്തേക്ക് എത്തി. അവർ പരസ്പരം കുറ്റപ്പെടുത്തുന്നതിനോടുകൂടെ തന്നെ തൗബ ചെയ്യാൻ തുടങ്ങി. ഞാൻ ഇത്ര കാലം പറഞ്ഞത് എന്റെ അടുത്ത് വന്ന അബദ്ധമാണ്, അള്ളാഹു പൊറുത്തു തരട്ടെ എന്ന് മാത്രം അല്ല, ചില ആളുകൾ അത് ഞങ്ങൾ തുറന്നു പറയുന്നു എന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കരയാൻ തുടങ്ങി. അതിന്റെ ഭാഗങ്ങൾ നിങ്ങൾ നേരിട്ട് കാണും ഇൻഷാ അല്ലാഹ്. അത് നിങ്ങളുടെ മുന്നിൽ ഞാൻ കാണിച്ചു തരാം. ഏതായിരുന്നാലും ഇങ്ങനെ തുടങ്ങിയതായ ഈ ബിദഈ കക്ഷികൾ പലരും രംഗത്ത് വന്ന് ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി അവർ സ്വന്തം ഗവേഷണം നടത്തുകയും ഉത്തമമായ നൂറ്റാണ്ടിനെ തള്ളിക്കളയുകയും ചെയ്തു. എന്നിട്ട് എത്രത്തോളം പരിശുദ്ധമായ ഖുർആനിനെയോ ഹദീസിനെയോ ചരിത്ര വസ്തുതകളെയോ അറിയാതെ അടച്ചാക്ഷേപിക്കാൻ തുടങ്ങി. വളരെ മോശമായ രീതിയിൽ. നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ നിലനിൽക്കുന്നത് റബീഉൽ അവ്വൽ മാസത്തിലാണ്, നിലകൊണ്ട് നിൽക്കുന്നത് റബീഉൽ അവ്വൽ മാസത്തിലാണ്. ഈ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം മുസ്ലിമീങ്ങൾ എല്ലാവരും ആഘോഷിച്ചിരുന്നു. അഥവാ ഇന്ന് എതിർക്കുന്ന ആളുകളുടെ മുൻഗാമികൾ വരെ അത് ആഘോഷിച്ചിരുന്നു. നമുക്കറിയാം, അതിന്റെ വ്യക്തമായ രേഖകൾ നമ്മുടെ കൈവശമുണ്ട്. എന്നാൽ ഇപ്പൊ അടുത്ത കാലത്ത് അവരെഴുതിയത് ഇതിനെക്കുറിച്ച് ഒരു വിവരവും ഇല്ലാത്ത രീതിയിലാണ്. അതിന്റെ ഒരു ചെറിയ ഉദാഹരണം ഞാൻ നിങ്ങളുടെ മുന്നിൽ ശ്രദ്ധപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലത്താണ് ഹിജ്റ വർഷം ആരംഭിക്കുന്നത്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഇങ്ങനൊരു വർഷാരംഭം പ്രത്യേകമായി കണക്കുകൂട്ടി മാസങ്ങളും ദിവസങ്ങളും കണക്കാക്കി വർഷം കണക്കാക്കുന്ന രീതി ഇല്ലായിരുന്നു. അന്ന് പല ആളുകളും പല ഗോത്രങ്ങൾക്കും തോന്നുന്ന രീതിയിൽ മാസങ്ങൾ കണക്കാക്കും. പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ അടുക്കലും പരിശുദ്ധമായ മാസങ്ങൾ 12 തന്നെയാകുന്നു. ഈ 12 മാസങ്ങൾ 4 യുദ്ധം ഹറാമാക്കപ്പെട്ട മാസങ്ങളാണ്, പവിത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്. പക്ഷേ ഒന്ന് കഴിഞ്ഞ് അടുത്ത മാസം ഏത്, ആ മാസത്തിന് ശേഷം അടുത്ത മാസം ഏത്, എവിടെ നിന്നാണ് വർഷം ആരംഭിക്കുന്നത് എന്നുള്ള രീതിയിൽ ഒരു കണക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തില്ല. ഇന്ന് പലരും പറയുന്നത് പോലെ വിദഅത്താണ്, വിദഅത്തൊക്കെ ഒഴിവാക്കണം എന്ന് പറയാറുണ്ട്. വിദഅത്ത് എന്ന് പറഞ്ഞിട്ട് അവർ പേടിപ്പിക്കും, വിദഅത്താണത്, വിദഅത്തൊക്കെ നാശത്തിലേക്കാണ്, നരകത്തിലേക്കാണ്. ഇത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, എന്നാ അതൊന്നും പറ്റൂലായിരിക്കും, ഇതൊന്നും പറ്റൂലായിരിക്കും എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ വിദഅത്ത് എന്ത്, എങ്ങനെ എന്നൊന്നും തിരിയാതെയാണെന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് ഇങ്ങനെ സമ്പ്രദായമില്ല. അത് ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ് റളിയല്ലാഹുവിന്റെ കാലത്താണ്. അത് ചരിത്ര പശ്ചാത്തലം വിശാലമാണെന്ന് അത് വിശദീകരിക്കുന്നില്ല. കാരണം അവരുടെ ക്ലിപ്പുകൾ തന്നെ ഒരുപാട് നിങ്ങൾക്ക് കേൾക്കാണ്ട് പ്രധാനപ്പെട്ട.
അത് വിളിച്ചൊരുക്കുകയാണ്. അബൂ മൂസ അശ്അരി റളിയല്ലാഹുവിന്റെ കത്തനുസരിച്ച് ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു സ്വഹാബത്തിന് ഒരുമിച്ച് കൂട്ടി ഇങ്ങനൊരു സംഭവം വിശദീകരിക്കുകയും നമ്മൾ ഈ ഡേറ്റ് അറിയാൻ വേണ്ടി, തീയതി അറിയാൻ വേണ്ടി എന്ത് മാർഗം സ്വീകരിക്കുമെന്ന് പറഞ്ഞപ്പോൾ യമനിൽ ഇങ്ങനെ ഒരു താരീഖ് ഡേറ്റ് നിശ്ചയിക്കുന്ന ഒരു പരിപാടിയുണ്ട്, അത് നമുക്ക് തുടരാമെന്ന് ചില ആളുകൾ അഭിപ്രായം പറയുകയും അത് പാസ്സാക്കപ്പെടുകയും ചെയ്തു. എന്നാൽ എവിടെ നിന്ന് വർഷം ആരംഭിക്കണം? ആ കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞല്ലോ, പലർക്കും തോന്നുന്നത് പോലെയാണ് മാസങ്ങൾ. അതാണ് ഇതിനുള്ള മാനദണ്ഡം. അബൂ മൂസ അശ്അരി റളിയല്ലാഹുവിന്റെ അടുക്കൽ ഒരു കേസ് വന്നു, ഒരാൾ മറ്റൊരാൾക്ക് പൈസ കൊടുക്കാനുണ്ട്. അപ്പൊ ഒരു ഷാബാൻ മാസത്തിൽ കൊടുക്കാനെന്ന് പറഞ്ഞു. ഏത് ഷാബാൻ? കാരണം 3 ഗോത്രക്കാരുടെ അടുക്കൽ ഷാബാൻ വേറെയാണ്, മറ്റ് ചില ഗോത്രങ്ങളുടെ അടുക്കൽ ഷാബാൻ വേറെയാണ്. അപ്പൊ ഏത് ഷാബാൻ എന്ന് വേർതിരിച്ചറിയാതെ വന്നപ്പോൾ അദ്ദേഹം റളിയല്ലാഹു കത്തെഴുതി, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഇതിന് പരിഹാരം കാണണം. അതുകൊണ്ട് ആ വിളിച്ചു ചേർത്ത് നമ്മൾ ഇതിനെന്ത് പരിഹാരം കാണുന്നു എന്ന് ചോദിച്ചത്. അപ്പോൾ പറഞ്ഞു, നമ്മളിങ്ങനെ ഡേറ്റ് നിശ്ചയിക്കുന്ന താരീഖ് എന്ന് പറഞ്ഞൊരു സമ്പ്രദായം തുടങ്ങാം. എല്ലാവരും സമ്മതിച്ചു. എവിടുന്ന് തുടങ്ങും? എന്താണ് അതിനൊരു മാനദണ്ഡം വെക്കുക? ഇതിനെ സംബന്ധിച്ച് 4 അഭിപ്രായങ്ങളാണ് വന്നത് എന്ന് ഫത്തുൽ ബാരിയിൽ കാണാൻ കഴിയും. ഇമാം ബുഖാരി റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ ആ വിഷയവും താരീഖിനെ സംബന്ധിച്ചാണ്. ഏതായിരുന്നാലും ഇതിനെ സംബന്ധിച്ച് ഈ മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ എഴുതിയത് ആദ്യം നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിച്ചു തരാം. ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് ഇസ്ലാമിക വർഷം എവിടെ തുടങ്ങണമെന്ന ചിന്ത വന്നപ്പോൾ ഹിജ്റയെയാണ് സ്വഹാബത്ത് ഒന്നടങ്കം അതിന്റെ തുടക്കമാക്കണമെന്ന് അഭിപ്രായപ്പെട്ടത്. തിരുമേനിയുടെ ജന്മദിനം മുതൽ ആക്കാമെന്ന് ആരും പറഞ്ഞില്ല. ഒരാളുടെ ജന്മദിനത്തിന് ഒരു പ്രത്യേകതയുമില്ല എന്നതുകൊണ്ടാണത്. ഹിജ്റ ഇസ്ലാമിലെ ഒരു വഴിത്തിരിവായിരുന്നു. അതുകൊണ്ട് അത് വർഷാരംഭമാക്കുകയാണ് ഉണ്ടായത്. അൽ മനാർ 2011 ഫെബ്രുവരി പേജ് 4. എന്താ പറഞ്ഞത്? നബിയുടെ ജന്മദിനം കൊണ്ട് അന്ന് മുതൽക്ക് നമ്മൾ വർഷം തുടങ്ങാമെന്ന് ആരും പറഞ്ഞില്ല. എന്താ കാരണം? നബിയുടെ ജന്മദിനത്തിന് അത്ര വലിയ പ്രത്യേകതയൊന്നുമില്ല. തനി വങ്കത്വം, ചരിത്രത്തിനെ കുറിച്ചൊരു വിവരവുമില്ലാതെയാണ് ഈ പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഫത്തുൽ ബാരിയിൽ കാണാൻ കഴിയും 4 വിഷയങ്ങളാണ് ഇതിനെ സംബന്ധിച്ച് ചർച്ചയ്ക്ക് വന്നത്. ആ 4 വിഷയങ്ങൾ എന്താണ്? കാലത്തിൽ ഖലായല്ലത്തി ഇത്തഫഖതു ലഹു വയുംകിനു അൻ യുവജ്ജഹ ബിഹാ അർബഅത്തുൻ മൗലിദുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വമബ്അസുഹു വഹിജ്റതുഹു വവഫാതുഹു. ഫത്തുൽ ബാരി 686. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം, അതുപോലെ തന്നെ അവിടുത്തെ പ്രവാചകനായി അയച്ചത്, അവിടുന്ന് ഹിജ്റ പോയത്, അവിടുന്ന് വഫാത്തായത്. 4 വിഷയങ്ങളാണ് ചർച്ചയ്ക്ക് വന്നത്. ഒന്നാമത് തന്നെ പറഞ്ഞത് മൗലിദുഹൂന. എന്നിട്ടാ പറഞ്ഞത് അങ്ങനൊരു ചർച്ച തന്നെ വന്നിട്ടില്ല. ഇത് അവർക്ക് പറയാം, കാരണം അതാണല്ലോ വഹാബിസം, അതാണ് മുജാഹിദ് പ്രസ്ഥാനം. അതുകൊണ്ട് അവർക്ക് പറയാം. പക്ഷേ ചരിത്രം പഠിച്ച ആളുകൾക്കറിയാം അത് ചർച്ചയിൽ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനമാണ് ഒന്നാമത് തന്നെ പറഞ്ഞത്. ഏതായിരുന്നാലും പറഞ്ഞു വന്നത് ഇങ്ങനെ ചരിത്രപരമായോ ഹദീസ് സംബന്ധമായോ ഖുർആൻ സംബന്ധമായോ ഒരു വിവരവുമില്ലാതെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്താണെന്നറിയാതെ ദുർവ്യാഖ്യാനം ചെയ്യാൻ തുടങ്ങി. ഖുർആൻ അവർക്ക് തോന്നുന്നത് പോലെ എന്തെങ്കിലും ഒരു ആശയം പറയാ, എന്നിട്ട് അതിന് ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്യുക. അതിന് അർത്ഥമില്ലെങ്കിൽ അങ്ങനെ ഉണ്ടാക്കുക. ചില സമയത്ത് മൗലിദിനെ കളിയാക്കാറുണ്ട്, അതിൽ വളരെ അബദ്ധങ്ങളുണ്ട്, ശിർക്കുണ്ട് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാറുണ്ട്. പക്ഷേ ചില വിഷയങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ അത് മൗലിദ് ഓതേണ്ടി വരും. മൗലൂദ് ഓതുമ്പോഴേ ചിലപ്പോൾ ചില സത്യങ്ങൾ മനസ്സിലാകൂ. ഖുർആൻ ഓതിയിട്ട് അർത്ഥം പറഞ്ഞാൽ പോലും ചിലപ്പോൾ ഇവർക്ക് ഇത് കാര്യം തിരിയില്ല. അപ്പൊ മൗലൂദ് ഓതി കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ മൗലൂദ് ഓതുമ്പോഴാണ് ചിലപ്പോൾ അത് തിരിയുക. ഒരു ചെറിയ ഉദാഹരണം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഒരു മൗലവി പ്രസംഗിക്കുമ്പോൾ പറയാണ്, തൂഫാൻ ഉണ്ടായത് ബഹുമാനപ്പെട്ട ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്താണ് എന്ന്. തൂഫാൻ ഉണ്ടായത് ആരുടെ കാലത്താ? നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്താ. പക്ഷേ ഇയാൾ പ്രസംഗിക്കുമ്പോൾ പറയാം ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്താണെന്ന്. അപ്പൊ പുറത്തുനിന്ന് ഒരാൾ ബാക്കിൽ നിന്ന് ഇങ്ങനെ കൊട്ടിയിട്ട് പറഞ്ഞു, അല്ല, നൂഹ് നബിന്റെ കാലത്താണ്. അപ്പൊ ഇയാൾ തിരുത്തി, സോറി കേട്ടോ, നൂഹ് നബിന്റെ കാലത്ത്. പിന്നെ അയാൾക്ക് തോന്നി അല്ലാന്ന് ലൂത്ത് നബിന്റെ കാലത്ത് തന്നെയാണ്. ഇയാൾ വീണ്ടും പറയാം. അങ്ങനെ 2 ആയത്തുകൾ അതിനയാൾ ഓതി. 2 ആയത്തുകൾ ഓതിയിട്ട് അർത്ഥവും പറഞ്ഞു. അവിടെയൊക്കെ ലൂത്ത് നബി തന്നെ പറഞ്ഞു. അവസാനം മൗലിദിനെ വിമർശിക്കാൻ അത് കൊണ്ടുവരുന്നതേ മൗലിദിന്റെ ഓതിയപ്പോൾ ആ സംഗതി തിരിഞ്ഞ, ഞാൻ പറഞ്ഞത് അബദ്ധമായിരുന്നു, അത് നൂഹ് നബി തന്നെയാണ് കേട്ടോ. ആ രംഗങ്ങൾ നേരിട്ടൊന്ന് കണ്ടുനോക്കൂ. ബാക്കി വിഷയത്തിലേക്ക് വരാം. ഇസ്ലാമിന്റെ കാലത്ത് ഗംഭീരമായ ജലപ്രളയം, തൂഫാൻ ഉണ്ടായി, വെള്ളപ്പൊക്കമുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെപ്പറ്റി പറയുന്നെന്താ? വനജ്ജയ്നാഹു വഅഹ്ലഹു മിനൽ കർബിൽ അലീം. ലൂത്ത് നബി അലൈഹി ഇസ്ലാമിനെയും ആ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ അഹ്ലുകാരെയും നജ്ജയ്നാ, നമ്മളാണ് രക്ഷപ്പെടുത്തിയത്. ഖുർആനിൽ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ
ലൂത്ത് നബി അല്ലട്ടോ, നൂഹ് നബി അലൈഹി അല്ല, ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് തൂഫാൻ ഉണ്ടായത്. അങ്ങനെ തന്നെ. ഇനിയിട്ട് ഉസ്താദുമാർക്കൊരു കെട്ട്, മുസ്ലിയാക്കന്മാരെ പിന്നെ മൗലിയന്മാരെ നിങ്ങൾക്കൊന്ന് ശ്രദ്ധിക്കണം കേട്ടോന്ന്, ഖുർആന് ശ്രദ്ധിക്കണം കേട്ടോന്ന് കേട്ടോളി. ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് ആ തൂഫാൻ ഉണ്ടായത്. പടച്ചോൻ ഖുർആനിൽ പറയുവാഹു, ലൂത്ത് നബി അലൈഹി ഇസ്ലാമിനെ നമ്മളാണ് രക്ഷിച്ചത്, അദ്ദേഹത്തിന്റെ ആൾക്കാരെ നമ്മളാണ് രക്ഷിച്ചത് എന്ന് പടച്ചോൻ പറയാം. ഒരായത്തിലല്ല, വേറെയുമായത്തിൽ മുസ്ലിയാക്കന്മാരെ, ആലിമീങ്ങളെ, ഉസ്താദന്മാരെ ഒന്ന് മനസ്സ് തുറക്കുക. ആ കപ്പലുണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും നമ്മളാണ് രക്ഷിച്ചത്. അല്ലാഹു ഖുർആനിൽ പറയാ. ഇത് നമ്മൾ വിശ്വസിക്കണം, വിശ്വസിക്കണ്ടേ? വിശ്വസിക്കണം. വിശ്വസിച്ചാൽ മുഅ്മിനാണ്, വിശ്വസിച്ചില്ലെങ്കിലോ കാഫിറ. ഇതിന്റെ വിപരീതം വിശ്വസിച്ചാലോ തനിച്ച കാഫിറാണ്, അല്ലേ? എന്നാൽ കാഫിറാക്കണ മുശ്രിക്കാക്കണ ഒരു പണിയില്ല. ഏറ്റവും ചുരുങ്ങിയത് കാഫിർ അല്ലെങ്കിൽ മുശ്രിക്ക്, അതിൽ കുറഞ്ഞ പരിപാടിയേ ഇല്ല. ഏതായിരുന്നു ആദ്യം തന്നെ പറയട്ടെ, ഇങ്ങനെയൊക്കെ ദുർവാക്യം രണ്ടായത്തോരി അവിടെയൊക്കെ അർത്ഥം പറഞ്ഞാൽ തന്നെ ലൂത്ത് നബി തന്നെ. എന്നിട്ട് മൗലിദിന്റെ ഓതിയുടെ അർത്ഥം പറയുമ്പോൾ ആ സംഗതിയാണ് തിരിയുന്നത്. അതെന്നെ പറയട്ടെ കേട്ടോ. മുഹമ്മദ് നബിയോട് സഹായം തേടി നൂഹ്. കേട്ടല്ലോ. അപ്പോഴാണ് സംഗതി മൗലൂദിൽ ഓതിയപ്പോൾ ആ സംഗതി പിടുത്തം കിട്ടിയത്. ഞാൻ അത്ര നേരം ഓതിയ ഖുർആനൊന്നും ശരിയായിട്ടില്ല. ഇതാണ് പരിപാടി. ഖുർആനൊക്കെ ഓതും, അർത്ഥം പറയും, വിശദീകരിക്കും. പക്ഷെ സത്യം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടല്ലത്, തോന്നണ പോലെ. ഞാൻ പറഞ്ഞല്ലോ, ഓരോരുത്തർക്കും ഇജ്തിഹാദ് ചെയ്യുക, അവനക്ക് തോന്നുന്ന രൂപത്തിലാണ് പോവുക. ഈ കോലത്തിൽ പോയി അവർ ഓരോരുത്തരും അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ തുടങ്ങി, പറയാൻ തുടങ്ങി. എത്രത്തോളം എന്നറിയോ? പരിശുദ്ധമായ ഇസ്ലാമിന്റെ അടിത്തറയായ തൗഹീദിനെ വരെ അവർ പൊളിച്ചു. അതിന് കാരണം മുൻകഴിഞ്ഞ പണ്ഡിതന്മാര് പറഞ്ഞു വെച്ചതായ തൗഹീദിന്റെ നിർവചനങ്ങൾ അതുവരെ അവർ പൊളിച്ചെഴുതി. എന്നിട്ട് ആധുനിക പണ്ഡിതന്മാരായ റഷീദ് റിദയുടെയും മുഹമ്മദ് അബ്ദുവിന്റെയും ജലാലുദ്ദീൻ അഫ്ഗാനിയുടെയും പിന്നാലെ പോയി ഇവരത് എഴുതി വെച്ചു. ഇവിടെ മാസികകളിൽ ഞങ്ങൾക്ക് തൗഹീദിന്റെ വെളിച്ചത്തിലേക്ക് പ്രകാശം തന്നത്, അതിന് വെളിച്ചം വീശിയത് ഇവരായിരുന്നു എന്നവർ എഴുതി വെച്ചു. എന്നാൽ ഇവരിപ്പോൾ തന്നെ പരസ്പരം ഭിന്നിച്ച്, ആദ്യമായി ഭിന്നിച്ച സമയത്ത് MI സുല്ലം എഴുതിയ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഇവിടുത്തെ സലഫികളും ഗൾഫിലെ സലഫികളും ഒരുപോലെയല്ല, അവിടെയും ഇവിടെയുമായിട്ട് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. എന്നിട്ട് അതിന് ഓരോ ന്യായങ്ങളെയാണ് നിരത്തെയാണ് കൂട്ടത്തിൽ പറഞ്ഞു. ഇവിടെയുള്ള ആളുകളൊക്കെ ഈ പറയപ്പെട്ട മൂന്നാളുകളിൽ നിന്നാണ് ആദർശം പഠിച്ചത്. അവർ പറഞ്ഞനുസരിച്ചാണ് ആദർശം പറയുന്നത്. എന്നാൽ ഗൾഫിലെ സലഫികൾ പറയുന്നത് ഈ മൂന്നാളുകൾ ഇസ്ലാമിനെ തകർക്കാൻ വന്ന പാശ്ചാത്യൻ ശക്തികളുടെ ഏജന്റുകളായിരുന്നു. ചിന്തിക്കണം നമ്മൾ, പാശ്ചാത്യൻ ശക്തികളുടെ ഏജന്റുകളായിരുന്നു എന്ന് വെച്ചാൽ ഇവിടുത്തെ മുജാഹിദ് പ്രസ്ഥാനം ആദർശം പഠിച്ചത് ആരിൽ നിന്നാ? ഇസ്ലാമിനെ തകർക്കാൻ വന്ന മൂവർ സംഘത്തിൽ നിന്ന്. ഇസ്ലാമിനെ തകർക്കാൻ വന്ന മൂവർ സംഘത്തിൽ നിന്നാണ് ഇവിടുത്തെ മുജാഹിദ് പ്രസ്ഥാനവും മറ്റുള്ള ആളുകളും ആദർശം പഠിച്ചത്. പലരും അവരെ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്, ജമാഅത്ത് ഇസ്ലാമിയും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പലരും പറഞ്ഞതുകൊണ്ടാണ് അവർക്ക് ഈ ആദർശ വ്യതിയാനങ്ങൾ സംഭവിച്ചത്, അവരെ പിന്നാലെ കൂടിയതുകൊണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ഈ മൂന്നാളുകളെ പിന്നാലെ കൂടുകയും അവരാണ് ഞങ്ങളുടെ ആദർശത്തിന്റെ അടിത്തറ എന്ന് പറഞ്ഞ്, അതിന്റെ സ്രോതസ് എന്ന് പറഞ്ഞ് അവരെ പിന്നാലെ കൂടുകയും ചെയ്തു. എന്നാൽ ഗൾഫിലെ സലഫികൾ പറയുന്നു അവർ ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി വന്നവരാണ്. ആ തകർക്കാൻ വേണ്ടി വന്നവരോട് കൂടെ കൂടിയതിന്റെ ലക്ഷണമാണ് ഇവർ ഓരോ സമയത്തും ഓരോരുത്തർക്കും തോന്നുന്നു വിളിച്ചു പറയാൻ തുടങ്ങി. എന്നിട്ടോ ഇവർ 2000 ആയപ്പോഴേക്ക് രണ്ട് ചേരിയായി തിരിഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, നബിദിനാഘോഷത്തിന് വരെ ഇവർ വളരെ മോശമായി ചിത്രീകരിച്ചു. ഇവരുടെ മുൻഗാമികൾ നടത്തിയത് അതിന് രേഖയായി അവരുടെ മാസികകൾ നമ്മുടെ കൈവശമുണ്ട്. നമുക്കറിയാം, അവർ അതിന് പറയുന്ന ന്യായങ്ങളെല്ലാം വളരെ മോശമായിരുന്നു എന്ന് നമുക്കറിയാം. എത്രത്തോളം എന്നറിയോ? അവർ പറഞ്ഞ ചില ന്യായങ്ങൾ കണ്ടാൽ വളരെ അത്ഭുതപ്പെട്ടു പോകും. ഇവർ പഴയ കാലത്ത് സ്വന്തം സംഘടനയുടെ പേരിൽ തന്നെ ഇവർ നബിദിനം ആഘോഷിച്ചിട്ടുണ്ട്. ഇത് പഴയകാലത്ത് അവരുടെ അൽ ഇർഷാദ് മാസികയാണ്. ഇതിൽ കാണാൻ കഴിയും. അവർ എഴുതുന്നു, ഈ സന്ദർഭത്തിൽ 2 കൊല്ലക്കാലമായി മുസ്ലിം ഐക്യസംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ
ഐക്യസംഘം, മുസ്ലിം ഐക്യസംഘം എന്ന് പറയുന്നത് ഇവരുടെ പൂർവ്വവിദാക്തന്മാരുടെ സംഘടന. അതാണ് പിന്നെ പേര് മാറ്റി മുജാഹിദും KNM ഒക്കെ ആക്കി കേരള നേതൃത്വ മുജാഹിദിനും വഹാബി എന്നൊക്കെ പേര് മാറ്റി പലതും, സലഫി എന്നൊക്കെ പേര് മാറ്റി പലതും വന്ന്. അന്നത്തെ മുസ്ലിം ഐക്യസംഘമാണ് ഇവരുടെ മുൻ നേതാക്കൾ ഉണ്ടാക്കിയത്. ആ മുസ്ലിം ഐക്യസംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്നു വരാനുള്ള മൗലിദാഘോഷം ഇപ്രാവശ്യം റബീഉൽ അവ്വൽ 12-ാം തീയതി ഭംഗിയായി കഴിച്ചുകൂട്ടിയെന്നുള്ള വിവരം ഞങ്ങൾ വായനക്കാരെ സന്തോഷപൂർവ്വം അറിയിച്ചുകൊള്ളുന്നു. ഏറിയാട് ലോവർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് കൊണ്ടാടപ്പെട്ട ഈ സുന്നത്തിൽ കൂടിയ വിദ്യാർത്ഥി സമ്മേളനം റബീഉൽ അവ്വലിന് തന്നെയാണ് അൽ മുർഷിദിൽ. അദ്ദേഹം 1935 ജൂൺ മാസത്തിലെ അൽ മുർഷിദിൽ എഴുതുന്നുണ്ട്, റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ മുസ്ലിംകളായ നമ്മുടെ മനസ്സിൽ എന്തെന്നില്ലാത്തൊരു സന്തോഷവും ആഹ്ലാദവും ഉണ്ടായിത്തീരുന്നു. ആരുടെ മനസ്സിൽ? മുസ്ലിമീങ്ങളുടെ മനസ്സിൽ. അല്ലാത്തവന്റെ ഉണ്ടാവില്ല. കാരണം എന്താ അറിയോ? അല്ലാത്തവന് ചില വേറെ ആളുകളുടെ പിന്നാലെ അദ്ദേഹം പറഞ്ഞുതരാം. ഇതിനുള്ള കാരണം എന്തായിരിക്കുമെന്ന് തേടി നടക്കേണ്ടതില്ല. ഇവിടുത്തെ വഹാബികളുണ്ടെങ്കിൽ കേട്ടോ, ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ പെട്ടുപോയ സഹോദരന്മാരുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങനെ പറയുന്നുള്ളൂ. കാരണം പല പാവങ്ങളും അതിൽ പെട്ടുപോയതാണ്. ഒന്നുകിൽ സമ്പത്ത് കൊടുത്തിട്ട്, അതല്ലെങ്കിൽ പലതും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ട്, അല്ലാതെ ശരിക്കും ആദർശം പഠിച്ചിട്ട് അതിൽ പോയ ഒരാളെയും നമുക്ക് കാണാൻ സാധ്യമല്ല. പലരും അതിൽ പെട്ടുപോയതാ. സുഹൃത്തുക്കൾ ചിന്തിക്കണം, അങ്ങനത്തെ ആളുകൾ പ്രത്യേകിച്ചും. E.K. മൗലവി എഴുതുന്നു, ഇതിനുള്ള കാരണം എന്തായിരിക്കും തേടി നടക്കേണ്ടതില്ല. ലോകഗുരുവായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് റബീഉൽ അവ്വൽ മാസത്തിലാണ്. അത് കൊണ്ട് തന്നെയാണ് ഈ മാസം അടുത്തു വരുമ്പോൾ മുസ്ലിമീങ്ങൾ സന്തോഷിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ടാണ് മുസ്ലിമീങ്ങൾ സന്തോഷിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്യുന്നത്. അല്ലാത്തവനത് ഉണ്ടാവില്ല. കാരണം മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവനേക്കാൾ, അവന്റെ ശരീരത്തെക്കാൾ, അവന്റെ മാതാപിതാക്കളെക്കാൾ, മറ്റു ലോകത്തുള്ള എല്ലാ സർവ്വ വസ്തുക്കളെക്കാളും അവൻ സ്നേഹിക്കുന്നത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. അതുകൊണ്ട് തന്നെ ആ പ്രവാചകനോടുള്ള സ്നേഹം കൊണ്ട് എത്രത്തോളം ഇവർ തന്റെ എഴുതിയ വിചിന്തനത്തിൽ കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം എന്ന് പറയുന്നത് സുന്നത്തിൽ മാത്രം പിൻപറ്റുന്നത് കൊണ്ടായില്ല. അന്ന് പലരും നമ്മൾ ആളുകളും പ്രസംഗിക്കും. അങ്ങനെ എങ്ങനെ അറിയോ? സുന്നത്തുകൾ പിൻപറ്റുക എന്നുള്ളതാണ് ഇവിടെ സ്നേഹത്തിന്റെ മാനദണ്ഡം. അല്ല, അതിലപ്പുറം ഒരു സ്നേഹമുണ്ട്. അതിലപ്പുറം ഒരു സ്നേഹമുണ്ട് എന്ന് വിചിന്തനം പറയുന്നു. എന്നിട്ട് പറയുന്നു, അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരെ വരുന്ന അമ്പുകൾ ഇവർ അവരുടെ ശരീരം കൊണ്ട് തടുത്തത്. നബിയോട് പൂർണ്ണമായി സുന്നത്തുകളെല്ലാം പിൻപറ്റിയതിനു ശേഷം നബിയുടെ ശരീരത്തിന് വരുന്ന അക്രമങ്ങളെ അവരുടെ ശരീരം കൊണ്ട് നേരിട്ടത് എന്തുകൊണ്ടാ? അതിലപ്പുറം ഒരു സ്നേഹമുണ്ട് എന്ന് വിചിന്തനം പുസ്തകം 10 ലക്കം 23 2011 ഫെബ്രുവരി പേജ് 5 ഇവർ തന്നെ പറയുന്നുണ്ട്. അപ്പൊ അതിനപ്പുറം ഒരു സ്നേഹമുണ്ട്. അതാണ് നമുക്ക് വേണ്ടത്. ഈ ഇത്തിബാവ് വേണം, അതിനപ്പുറമുള്ള ഒരു സ്നേഹം കൂടെ വേണം. അഥവാ അത് വളരെ മനസ്സിന്റെ അങ്ങേയറ്റത്തിൽ നിന്നുണ്ടാകുന്നതാ. അതുണ്ടായത് കൊണ്ടാണ് ഇത് മുസ്ലിമീങ്ങൾ ചെയ്യുന്നത് എന്ന് E.K. മൗലവി പോലും എഴുതി വെച്ചു. ഇന്നത്തെ ആധുനിക അവരുടെ പണ്ഡിതന്മാരും ആഘോഷങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. അതിന്റെ നോട്ടീസായത് ഇവിടെ പല സ്ഥലങ്ങളിലും വന്നവർ പ്രചരിപ്പിക്കും. അത് ശിർക്കാണ്, ബിദ്അത്താണ്, പാടില്ല, അനാചാരമാണ്, തെളിവുണ്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. എന്നാൽ അവരുടെ നേതാക്കൾ ഇത് പറയുമ്പോഴും അവരുടെ മീലാദ് പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. അതിന്റെ നോട്ടീസായത് ഇത് നിരവധിയുണ്ട് വായിക്കുകയാണെങ്കിൽ. അതുപോലെ തന്നെ അവർ പറഞ്ഞ പല കാരണങ്ങളും എതിർത്ത് പറയുകയാണെങ്കിൽ അതിനും അവരുടെ മാസികകൾ തന്നെ സാക്ഷിയായി നമ്മുടെ കൈവശമുണ്ട്. ഇൻഷാ അല്ലാഹ് സന്ദർഭോചിതമായി ആവശ്യം വരുവാണെങ്കിൽ പറയാം. അതല്ലാതെ തന്നെ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് ഒരുപാട് കടക്കാനുള്ളത് കൊണ്ട് ഞാൻ ഈ വിഷയം ഇവിടെ ചുരുക്കുകയാണ്. അപ്പൊ പറഞ്ഞു വന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മദിനമായിരുന്നാലും ഇസ്ലാമിന്റെ അടിത്തറയായ തൗഹീദായിരുന്നാലും ഇവർക്ക് തെറ്റുപറ്റി. അതിനുള്ള പ്രധാന കാരണം ഈ 3 നൂറ്റാണ്ടുകാരെ ഉപേക്ഷിച്ചു എന്നുള്ളതാണ്. ഈ 3 നൂറ്റാണ്ടുകാരെ ഉപേക്ഷിച്ച് സ്വന്തം ഗവേഷണത്തിന് പോയപ്പോൾ അവർക്ക് അബദ്ധങ്ങൾ സംഭവിച്ചു. എന്നിട്ട് ഇവരുടെ അടക്കം എത്രത്തോളം അറിയോ, ഇവരുടെ സലഫി പ്രസ്ഥാനങ്ങളെ ഇവർ പരിചയപ്പെടുത്തുന്നത് എങ്ങനെയോ. നമ്മോട് ചോദിക്കുകയാണ് സുന്നികൾ എപ്പോഴുണ്ടായി ചോദിച്ചാൽ നമ്മൾ എന്താ പറയാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതൽ തന്നെ അന്ന് മുതലേ സുന്നികൾ ഉണ്ടെന്നാണ് നമ്മൾ പറയാം. എന്നാൽ സലഫി പ്രസ്ഥാനം ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ ഇവർ പറയുന്നത് എന്താ അറിയോ? സലഫികളുടെ തുടക്കം എവിടുന്നാണെന്ന് ഇവരുടെ നേതാവ് തന്നെ പറയുന്നത് കേൾക്കൂ. സലഫികളുടെ പ്രസ്ഥാനം ഉണ്ടായത് അല്ലാഹുവിനെ പറ്റി മാത്രം കിട്ടിയ കൊടുത്താൽ മതി. അവർ പറയുന്നത് ഇബ്നു തൈമിയ്യ മുതൽക്കാണ് അവർ പിന്നെ ഈ സലഫി പ്രസ്ഥാനം തുടങ്ങുന്നത് എന്ന കേരളത്തിൽ അവർക്ക് വന്ന നേതാക്കളും അവർ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ക്ലിപ്പ് ലേശം കൂടുതൽ മുകളിലുള്ളതാണ്. ആ ഭാഗം കിട്ടിയാൽ ഇപ്പൊ കാണിച്ചു തരും, അല്ലെങ്കിൽ അടുത്തേക്ക് കിടക്കാം.
അപ്പൊ അവർ പറഞ്ഞു വന്നത് അവരുടെ സലഫി പ്രസ്ഥാനം തുടങ്ങുന്നത് ഈ ഇബ്നു തൈമിയ്യ മുതൽക്കാണ് ഇത് തുടങ്ങി വരുന്നത് എന്നാണ്. എന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന്റെ ഉത്ഭവം എവിടുന്നാണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ സുന്നി പ്രസ്ഥാനത്തിന്റെ ഉത്ഭവം എവിടുന്നാണെന്ന് ചോദിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതൽക്കാണെന്നാണ് നമുക്ക് മറുപടി പറയാനുള്ളത്. അതല്ലാതെ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല ഈ സുന്നത്ത് ജമാഅത്തിന്റെ ആദർശം എന്ന് പറയുന്നത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയും അവരുടെ പിൽക്കാലക്കാരിലേക്ക് ഇങ്ങനെ തുടർന്നു വരുന്നതുമാണ്, ഒരു ആദർശമാണ്. അതിനെ സംബന്ധിച്ചാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വമൻ യത്തബിഅ ഗൈറ സബീലിൽ മുഅ്മിനീന നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം വസാഅത് മസീറ. പരിശുദ്ധമായ ഇസ്ലാം അങ്ങനെ വരെ രണ്ടു കേട്ടല്ലോ. അപ്പൊ അവിടെ ഗൾഫ് രാഷ്ട്രങ്ങളിൽ അവർ പരിചയപ്പെടുത്തുന്നത് അൽബാനി വരെ, ഇബ്നു തൈമിയ്യ മുതൽ അൽബാനി വരെ, അതുപോലെ തന്നെ കേരളത്തിലെ ഉമർ മൗലവി വരെ അവർ മുൻഗാമികളെയും പരിചയപ്പെടുത്തിയത് നോക്കൂ. ഈ മൗലവിമാരാണ് അവരുടെ ആദർശത്തിന്റെ തുടക്കക്കാർ ഇവിടെയും അവിടെയും. അതിനപ്പുറം പോകുന്നില്ല എന്നർത്ഥം സത്യമാണ്. അവരുടെ തുടക്കം അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് അവർക്ക് വേഗം സംഭവിച്ചതും. അല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പകർന്നു കിട്ടിയതിൽ അവരുടെ ശേഷക്കാരായി തുടർന്നു വന്നതല്ല. അതുകൊണ്ടാണ് ഇവർക്ക് ഈ അബദ്ധങ്ങൾ പറ്റിയത്. ഏതായിരുന്നാലും ഇങ്ങനെ പല അബദ്ധങ്ങളും സംഭവിച്ചു. പല അബദ്ധങ്ങളും സംഭവിച്ചത് ഒരുപാട് നിങ്ങളുടെ മുന്നിൽ കാണിക്കാനുണ്ട്. ആദർശപരമായി നമ്മൾ ചെയ്യുന്ന ആദർശങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ പലതും അവർ തള്ളിക്കളഞ്ഞു, പലതും അവർ ചെയ്തിരുന്നത് തള്ളിക്കളഞ്ഞു. അതിനെക്കുറിച്ച് ചോദിച്ചാൽ പറഞ്ഞു ഹദീസ് ലൈഫാണ്. അപ്പൊ അതിനെത്ര കാലം 10-60 കൊല്ലത്തിൽ നിങ്ങൾ ചെയ്തിരുന്നതല്ലേ എന്ന് ചോദിക്കുമ്പോൾ അത് അവർക്ക് അബദ്ധം സംഭവിച്ചാൽ ഒന്നുകിൽ അങ്ങനെ പറയും, അല്ലെങ്കിൽ ഇപ്പൊ അതിന് നിഷേധിച്ചു കണ്ണടച്ച്. പക്ഷേ ഇന്ന് ആധുനിക സജ്ജീകരണങ്ങൾ ഉണ്ടായതുകൊണ്ട് അവർക്ക് രക്ഷപ്പെടാൻ മാർഗമില്ല. ഇന്ന് നമുക്കറിയാം, നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും അങ്ങനത്തെ ആളുകളുണ്ടെങ്കിൽ അവർക്ക് പല ലക്ഷണങ്ങളുമുണ്ട്. ആ ലക്ഷണങ്ങളിൽപ്പെട്ട 1-2 ഞാൻ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തി ഇപ്പോഴത്തെ പുതിയ വിഷയത്തിലേക്ക് വരാം. ഒന്ന്, ഇവർ പറയുന്നു ഞങ്ങൾ മന്ത്രത്തിനെ എതിർത്തിട്ടില്ല. ഇപ്പൊ അവര് പറയുന്നത് ഞങ്ങൾ മന്ത്രത്തിനെ എതിർത്തിട്ടില്ല. ഇവിടെ മന്ത്രത്തിനെ എതിർത്തോ ഇന്ന് നമുക്കൊക്കെ പരസ്യമായി അറിയുന്ന കാര്യമാണ്. ഇവിടെ മന്ത്രിച്ചു വരുന്ന ആളുകളാരാ? അത് സുന്നികളാണ്, അത് ഖുറാഫാത്താണ് അവർ പറയാ. അവർ പറയുന്നത് ഖുറാഫികൾ, സുന്നികൾ ഖുറാഫികളാണ്, അവർ ചെയ്യുന്ന പരിപാടിയാണതെന്ന്. എന്നാൽ ഇവർ മന്ത്രത്തെ പാടെ നിഷേധിക്കുകയും എതിർക്കുകയും ചെയ്തിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് പൗരോഹിത്യമാണെന്ന് അവർ പറഞ്ഞിരുന്നു. അങ്ങനെ അവർ ലേഖനം എഴുതിയിരുന്നു, അവർ പ്രസംഗിച്ചിരുന്നു. ഇപ്പോൾ അവർ പറയുന്നു ഞങ്ങൾ അത് എതിർത്തിട്ടില്ല, മന്ത്രം എതിർത്തിട്ടില്ല എന്ന് പറയുന്നത് അവർ പറയുന്നു. അത് നിങ്ങൾ നേരിട്ടത് കേൾക്കൂ. ആളുകൾ പഠിക്കുന്നില്ല കഴിയതുപോലെ. ഈ മന്ത്രത്തെക്കുറിച്ച് അത് ഹമീദ് ഫൈസി ഉസ്താദ് അവരുടെ ഒരു ക്ലിപ്പിലാണ് അവര്. അനസ് മൗലവി ഹമീദ് ഫൈസി ഉസ്താദിനെ പ്രസംഗിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു മുജാഹിദുകൾ ഇതിനെ എതിർത്തുവെന്ന്. ആ ക്ലിപ്പിട്ടിട്ട് അനസ് മൗലവി പറയാണ് പച്ചക്കള്ളം, എവിടെയാണ് മുജാഹിദുകൾ എതിർത്തത്? അദ്ദേഹം പറയട്ടെ. ഈ മന്ത്രത്തെക്കുറിച്ച് മന്ത്രം ശ്രദ്ധിക്കാണെന്ന് പറഞ്ഞു, ഉള്ളിൽ ശ്രദ്ധിക്കാണെന്ന് പറഞ്ഞു, കുഞ്ഞാണെന്ന് ശ്രദ്ധിക്കാണെന്ന് പറഞ്ഞു, മന്ത്രിച്ചുടെ മീനുകെട്ടം ശ്രദ്ധിക്കാണെന്ന് പറഞ്ഞു, മന്ത്രിച്ചുടെ വെള്ളം കിടം ശ്രദ്ധിക്കാണെന്ന് പറഞ്ഞു. ആത്മീയമായ സകലമായ ചികിത്സകളോട് നിരാകരിച്ചു, അവിശ്വസിച്ച് ശ്രദ്ധിക്കാമെന്ന് പ്രചരിപ്പിച്ചു. ആ നിലയിൽ വ്യാപകമായ പ്രകടനവുമായി മുന്നോട്ട് പോയ ചില വിഭാഗമുണ്ട്. എത്രത്തോളം വെച്ചാൽ യഥാർത്ഥത്തിൽ ജിന്ന് വിശ്വാസവുമായി ബന്ധപ്പെട്ട് അപൂർവമായി ചില ആളുകൾക്ക് ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് ലോകത്തെന്നും എല്ലാവരും മന്ത്രം അത്തരത്തിലുള്ള ആത്മീയ ചികിത്സകളാണ് ആശ്വാസം വിശ്വാസപ്രകാരം നടക്കുന്നത്. ഒരുപാട് ആളുകൾ എന്നും എല്ലാവരും കണ്ടെത്താൻ സാധിക്കുന്നതാണ് ലോകം സുഖപ്പെടാറുണ്ട്. പക്ഷേ അത്തരം മന്ത്രവും ആത്മീയ ചികിത്സകളും നിരാകരിക്കാൻ വേണ്ടി, അത് ശരിയായി ക്രമീകരിക്കാൻ വേണ്ടി അങ്ങനെ ചിന്നൊരു വിശ്വാസമില്ല, ചിന്നന്റെയും വിശ്വാസത്തിന്റെയും രോഗമില്ല, ചിന്നബാധയില്ല, വിശ്വാസബാധയില്ല. ഈ വിധത്തിൽ വ്യാപകമായ പഠനം മുജാഹിദ് പ്രസ്ഥാനത്തിന് കേരളത്തിൽ അങ്ങനെ നിങ്ങൾ വിളിച്ചു കൊടുക്കുന്നു. ഹലോ, അവർ മുജാഹിദികൾ മന്ത്രത്തെ എതിർത്തിട്ടുണ്ട്. അത് പറയാം, മുജാഹിദികൾ മന്ത്രത്തെ എതിർത്തിട്ടുണ്ട്. ഏത് മുജാഹിദ്? ഇത് ഹമീദ് ഫൈസി ഉസ്താദിനോട് ഇപ്പോഴിട്ട് മൗലവി ചോദിക്കാം, ഏത് മുജാഹിദാണ് അത് എതിർത്തതെന്ന്? നിങ്ങൾ പറയൂ, മുജാഹിദികൾ മന്ത്രം എതിർത്തിരുന്നു. നമ്മളൊക്കെ അവരെ മനസ്സിലാക്കിയതും അവർ നമ്മുടെ ഇടയിൽ വന്നപ്പോ എന്താ പറഞ്ഞിരുന്നത്? മന്ത്രിക്കാമെന്നാണോ? അല്ല, തീർച്ചയായിട്ടും മന്ത്രത്തെ എതിർത്തുകൊണ്ടാണ് രംഗത്ത് വന്നത്.
എന്നാൽ അത് അവരുടെ മൗലവി തന്നെ പറഞ്ഞാൽ വിഷയം തീരുമല്ലോ. അവര് തന്നെ നേരിട്ടാണ് പറഞ്ഞ വിഷയം തീരുമല്ലോ. ഹദീസിൽ വന്ന ഇസ്ലാമികമായ ചില മന്ത്രങ്ങളെ കുറിച്ച് ഞാൻ സംസാരിക്കാം. ഞാൻ ഹദീസ് സ്വീകാര്യമായ ഹദീസുകൾ മാത്രമേ ഉദ്ധരിക്കൂ. അതിനൊരു കാര്യം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങൾ സംശയിക്കാതിരിക്കാൻ, അത് 100% അതുപോലെ സ്വീകരിക്കാം. ഒരുപക്ഷെ ആളുകൾ ഇത് പറയുന്നവർ പരിഹസിക്കും. ബുദ്ധി കൊണ്ട് മാത്രം ദീനിനെ മനസ്സിലാക്കിയാൽ, ഹദീസുകളെ കുറിച്ച് പരിജ്ഞാനമില്ലാത്ത, ദീനെന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് യാതൊരു ബുദ്ധിയും അഗാധമായി വായിക്കാത്ത പഠിക്കാത്ത ആളുകൾ നമ്മളെ പണ്ട് തിരിച്ചിരുന്നല്ലോ. ഖുറാഫത്താണ്, അവർക്ക് അന്തല്ല, വിവരമില്ല, മന്ദിരിച്ചൂല, കണ്ണേറ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ കളിയാക്കിയിരുന്നു. ഇപ്പൊ അതിന് ന്യായീകരിക്കാൻ വേണ്ടി പറയാണ്. ഇത് പറയുമ്പോൾ പലരും കളിയാക്കും. അത് ഹദീസിനെ കുറിച്ച് വിവരമില്ലാത്തതുകൊണ്ടാണ്. ഞാൻ സ്വഹീഹ് ഹദീസ് എവിടെ പറയുള്ളൂ. ഇപ്പൊ അതിന് ന്യായീകരിക്കാൻ വേണ്ടി പ്രസംഗിക്കും പറയാം. ഇതെവിടെ പ്രസംഗിക്കുന്ന അറിയോ? ഇത് എടത്തനാട്ടുകര എന്ന് പറയുന്ന സ്ഥലത്തെ പാലക്കാട് ജില്ലയിൽ. അവിടെ 10-13 മഹൽ അവരതാ. ആ മഹലിന്റെ ഇടയിൽ പോയി ഇസ്തിഖാമ മുഖാമുഖം നടത്തിയിട്ടുണ്ടോ? അത് വേറെ കാര്യം. ആ മഹലിൽ വെച്ചുള്ള പ്രസംഗം അപ്പൊ പറയാണ്, ഇനി ഇത് പറയുമ്പോൾ ഇത് നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോകുമെന്ന് വിചാരിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ ഈ നാട്ടിൽ, ഓരോ നാട്ടിൽ തെറ്റിദ്ധരിക്കും. കാരണം 10-60 മുതലായിട്ട് നമ്മൾ ഇതിൽ എതിർത്തിരുന്നല്ലേ. അപ്പൊ അതുകൊണ്ട് തെറ്റിദ്ധരിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് പറയണത്. അയാളെന്ന് പറയട്ടത് പുതിയ കുറെ പരിപാടികളിലൂടെ പറയുന്നു. ഇതിനെക്കുറിച്ച് ചിന്തിച്ചേക്കാം. ഹദീസുകളിൽ പ്രവാചകൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ സംശയമില്ലാതെ വിശ്വസിക്കാൻ സാധിക്കുന്നവർക്ക് എന്റെ ഈ സംസാരം ഉൾക്കൊള്ളാൻ കഴിയൂ എന്ന് പറയാനാണ് സത്യത്തിൽ ഇത്രയും നീണ്ട ഒരു മുഖവുര ഞാൻ ഇവിടെ പറയേണ്ടി വന്നത്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു മുഖവുര ആവശ്യമാണ് എന്ന് മനസ്സിലാക്കി തന്നെയാണ് ഞാനിത് സംസാരിച്ചിട്ടുള്ളത്. സഹോദരൻ, നിങ്ങൾ മനസ്സിലാക്കാം, എന്താണ് മന്ത്രം എന്ന് പറഞ്ഞാൽ, ഇസ്ലാമിക മന്ത്രങ്ങൾ എന്നാണ് വിഷയം. എന്താണ് മന്ത്രം എന്ന് പറഞ്ഞാൽ? മന്ത്രം അതാ ഏർപ്പാടുടെ വാഹിലാണ് നമ്മൾ പറയാം. കാരണം അതൊക്കെ 50-60 കൊല്ലം മുമ്പ് ഇവിടുത്തെ സുന്നികളും ഖുറാഫികളും നടത്തിയിരുന്ന പരിപാടി നമ്മളൊക്കെ ഒഴിവാക്കിപ്പോയതല്ലേ. അത് ഒഴിവാക്കിപ്പോയതല്ല, ഇനി തിരിച്ചു കൊണ്ടുവരുവാണോ എന്ന ഉപര ചോദ്യം. അങ്ങനെ നിങ്ങൾ സംശയിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പറയുന്നത്. അവ 10-60 കൊല്ലമായിട്ട് അവർ ഉപേക്ഷിച്ചതല്ലേ എന്ന് അദ്ദേഹം ചോദിക്കുന്നത്. അതിന് തിരിച്ചു കൊണ്ടുവരാണെന്ന് സംശയിക്കണ്ട എന്നിട്ട് പറയാൻ ഞാൻ ഹദീസിൽ പറഞ്ഞ മന്ത്രങ്ങളാണ് പറയുന്നത്. പിന്നെ സുന്നികൾ ഏത് മന്ത്രം ഇത്ര കാലം പറഞ്ഞു? സുന്നികൾ അതിൽ നിന്ന് സുഹൃത്തുക്കളെ പറഞ്ഞത് പരിശുദ്ധമായ ബുഖാരിയിലും ഹദീസിലുമുള്ള മറ്റ് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലുള്ള, അതുപോലെ തന്നെ ഹദീസിനെ കുറിച്ച് പരിജ്ഞാനമുള്ള പണ്ഡിതന്മാർ വിശദീകരിച്ച വിക്റുകളും അതുപോലെ മന്ത്രങ്ങളും തന്നെയല്ലേ ഞങ്ങളും പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് തന്നെ 10-60 കൊല്ലമായിട്ട് നമ്മൾ എതിർത്തു പോകുന്നതല്ലേ. ഈ അൽ-ഇസ്ലാം മാസികകളുണ്ട്. തെളിവിലൊന്നും മാത്രം പറഞ്ഞു പോകാൻ ഒരുപാട് വിഷയങ്ങൾ പറയാനുണ്ട്. ഇനി അതിന് പുറമെ ഇപ്പൊ അടുത്ത് ഇവരുടെ നേതാവായിരുന്ന തീപ്പൊരി പ്രാസംഗികനായിരുന്ന ഡോക്ടർ KK സക്കരിയ സ്വലാഹി ഇവർ പുറത്താക്കി. പുതിയൊരു വിവാദം ഉണ്ടായി. അത് ഞാൻ നേരത്തെ പറഞ്ഞൊരു ഭാഗത്തിലേക്ക് ബാക്കിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. എന്താ അറിയോ, ഈ ജിന്ന്, പിശാച്ച്, മലക്കുകൾ, മഹാന്മാർ, ഈ തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം ഒരു ചർച്ച. അത് ഇവർ വന്നപ്പോഴേ എടുത്തിട്ടൊരു ചർച്ചയാണ് മഹാന്മാരുമായി ബന്ധപ്പെട്ടത്. അവർ നമുക്ക് സഹായിക്കാൻ കഴിയുമോ? മുഅ്ജിസത്ത് കറാമത്ത് കൊണ്ട് അമ്പിയാക്കളും ഔലിയാക്കളും നമ്മൾ സഹായിക്കുമോ ഇല്ലേ? അത് സഹായിക്കുമെന്ന് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരെല്ലാം പരിശുദ്ധമായ ഖുർആനും ഹദീസും മുന്നിൽ വെച്ചുകൊണ്ട് സമർത്ഥിച്ചു. അപ്പൊ ഈ പുതിയ കക്ഷികൾ വന്നപ്പോൾ, ഇബ്നു തൈമിയ്യ വന്നപ്പോൾ അവിടുന്നാണ് തുടങ്ങുന്നത്. ഇത് ഇല്ല എന്നും അല്ല ഭാഗ്യമായുണ്ട് എന്നും അത് തീരെ ഇല്ല എന്നും അത് ഖുറാഫാത്താണെന്നൊക്കെ തുടങ്ങി പല ചർച്ചയും ഇവരുടെ കൂട്ടത്തിൽ പൊങ്ങി വന്നു. ഇവർ അതിനെ നിരാകരിക്കുകയാണ് മൊത്തത്തിൽ ചെയ്തത്. അങ്ങനെ പിൽക്കാലത്ത് പല പണ്ഡിതന്മാരും ഈ കേരളത്തിൽ ഇവരുടെ ആശയം വന്നപ്പോൾ തന്നെ എങ്ങനെ അവതരിപ്പിക്കും? പരിശുദ്ധ ഖുർആൻ ജിന്ന്, ഇൻസ് എന്ന് 2 വർഗത്തിനെ പഠിപ്പിക്കുന്നുണ്ട്. ഈ ജിന്നിനെ പറഞ്ഞ എങ്ങനെ ആളുകളുടെ മുന്നിൽ അവതരിപ്പിക്കുക കാണാത്തൊരു ജീവിനെ കുറിച്ച്? അപ്പോ ഇവരുണ്ടാക്കിയ പുതിയ തൗഹീദിന്റെ നിർവചനം അനുസരിച്ച് മഹാന്മാരിൽ നിന്ന് എങ്ങനെയാണോ സഹായം കിട്ടുന്ന അറിയുന്നില്ല. അങ്ങനെ അറിയാത്ത നിലക്ക് സഹായം തേടിയാൽ അത് ഇബാദത്താവും, അത് ശിർക്കാണ്. അതിനൊരു ഉദാഹരണം പറഞ്ഞവര്. ആ ഉദാഹരണം ഞാൻ നിങ്ങൾ ശ്രദ്ധപ്പെടുത്താം. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഒരാൾ സഹായം തേടി, ഒരു കിണറ്റിലൊരാൾ വീണു. ആ അള്ളാഹുനോട് പറഞ്ഞു, പടച്ചോനെ എന്നെ രക്ഷിക്കണം, അള്ളാഹുവിനെ രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞു. എങ്ങനെ രക്ഷപ്പെടുത്തും മനസ്സിലാക്കിയിട്ടാണ് പറയുന്നത്?
അത് അയാൾക്ക് തന്നെ അറിയില്ല എങ്ങനെ അല്ല രക്ഷപ്പെടുത്തുക, എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടാവും. എന്നാൽ അവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്, അയാളോട് പറഞ്ഞു അല്ല പിന്നെ മൊഹീദ്ദീനെ എന്നെ രക്ഷപ്പെടുത്തണം. അവിടെ നിൽക്കുന്ന മൊഹീദ്ദീനാണ് കേട്ടോ, ജീവനോട് അതിന്റെ അടുത്ത് നിൽക്കുന്ന മൊഹീദ്ദീനെ വിളിച്ചിട്ട് പറഞ്ഞു അല്ല മൊഹീദ്ദീനെ എന്നെ രക്ഷപ്പെടുത്തണം. എന്തുദ്ദേശം വെച്ചുകൊണ്ടാണ്? അയാൾ ഒന്നുകിൽ കയറിട്ട് കൊടുക്കും, അല്ലെങ്കിൽ ഒരു ഏണിയോ കോണിയോ വെച്ചു കൊടുക്കും എന്നുള്ള നിയത്തോടുകൂടെ അയാളോട് പറയുന്നത്. ഇനി മൊഹീദ്ദീൻ ശൈഖിനെ വിളിക്കാണ്, മൊഹീദ്ദീൻ ശൈഖിനെ എന്നെ രക്ഷിക്കണേ. എങ്കിൽ അയാൾ എന്താണ് നിനക്കുന്നതെന്ന് അവർ ചോദിച്ചത്. ഈ മൊഹീദ്ദീനോട് പറഞ്ഞ മാതിരിയാണോ അതോ അള്ളാഹുവിനോട് പറഞ്ഞ പോലെയാണോ? അപ്പൊ അള്ളാഹിനോട് പറഞ്ഞ പോലെയാണ്. അപ്പൊ അതുകൊണ്ട് ഇബാദത്ത് തന്നെയാണ്. അത് എങ്ങനെയെന്ന് അറിയില്ലല്ലോ, എങ്ങനെയെന്ന് അറിയാത്തീ തന്നെ ഇബാദത്ത് പറയാം. അള്ളാഹിനോട് ചോദിച്ചപ്പോൾ എങ്ങനെയെന്ന് അറിയില്ല, മൊഹീദ്ദീൻ ശൈഖിനോട് ചോദിച്ചപ്പോൾ എങ്ങനെയെന്ന് അറിയില്ല. അപ്പൊ അങ്ങനത്തെ തന്നെ ഇബാദത്ത് എന്ന് പറയാം. അതുകൊണ്ട് അത് ശിർക്കാണ് എന്ന് അവർ പ്രചരിപ്പിച്ചു. അപ്പൊ അതേ വിഷയമാണ് ഈ ജിന്നിന്റെ വിഷയത്തിലും മലക്കിന്റെ വിഷയത്തിലും വരിക. ജിന്ന് സഹായിക്കും എങ്ങനെയെന്ന് അറിയില്ല, അപ്പൊ അത് ഇബാദത്താവും. മലക്ക് സഹായിക്കും എങ്ങനെയെന്ന് അറിയില്ല, അതപ്പൊ മലക്കിനോട് ചോദിച്ചാൽ അതും ഇബാദത്താവും. ഇങ്ങനെ അവർ പിന്നെ പറിച്ച് തൗഹീദിനെ കൊണ്ടുവന്നത് കാരണം ഈ ജിന്ന് ഉണ്ട് എന്നും പറയാനും നിവർത്തിയില്ല, ഇല്ല എന്ന് പറയാനും നിവർത്തിയില്ല. പരിശുദ്ധ ജിന്നുണ്ട് എന്ന് പറയുന്നു, ജിന്നിനെ ഒരുപാട് സ്ഥലങ്ങൾ പറയുന്നു. മാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്നിനെയും ഇൻസിനെയും മനുഷ്യനെയും ജിന്നിനെയും പടച്ചത് അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയാണ് എന്ന് പറയുമ്പോൾ ജിന്ന് എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? ഇത് തിരിയാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ഇത് ജനങ്ങളുടെ മുന്നിൽ വെക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് അവരുടെ തൗഹീദ് പൊളിയെന്ന് കണ്ടപ്പോ പഴയകാല നേതാക്കൾ എന്ത് ചെയ്തു അറിയോ? ജിന്നിനെ തന്നെ നിഷേധിച്ചു. എങ്ങനെ? ജിന്ന് ഇവരുടെ പ്രത്യേകമായ സൃഷ്ടികളില്ല. നമ്മളിപ്പോ ഈ കാണുന്ന ഈ ഷർട്ടും മുണ്ടൊക്കെ ധരിച്ച ആളുകൾ ഇൻസ്, ഇതൊന്നും ഇല്ലാത്ത കാട്ടിൽ ജീവിക്കുന്ന ആദിവാസികൾ ജിന്ന്. അല്ലാതെ ജിന്ന് അവരുടെ പ്രത്യേകമായൊരു ജീവികളില്ല, അങ്ങനെ സൃഷ്ടികളില്ല എന്ന് വരെ പറഞ്ഞു. ഇവരുടെ CN അഹമ്മദ് മൗലവി അങ്ങനെയാണ് പറഞ്ഞത് എന്ന് ഡോക്ടർ സക്കരിയ സലാഹി തന്നെ പറഞ്ഞു. നിങ്ങൾ കേട്ടു നോക്കൂ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ ആളുകൾ പഠിക്കുന്നില്ല പഴയതുപോലെ. പണ്ടത്തെ മുജാഹിദ് പ്രവർത്തകർ പഠിക്കാറുണ്ടായിരുന്നു. അമാനി മൗലവിന്റെ പരിഭാഷയുടെ വാങ്ങി വെക്കുന്ന ഷോക്കേസിൽ വായിച്ചു നോക്കൂല. മുതിർന്ന ആളുകൾ പലരും വായിച്ചിട്ടുള്ളത് CNന്റെ പരിഭാഷയാണ്. CNന്റെ പരിഭാഷ സുൽത്താൻ അഖ്ലാനി പരിഭാഷയാണ്. ജിന്നി എന്ന വർഗം തന്നെയല്ല, അത് മനുഷ്യന്റെ അപരിഷ്കൃത വർഗ്ഗമാണ്. ജിന്നും ഇൻസും എന്ന് പറഞ്ഞ കാടനും നാടനും. ജിന്ന് കാടൻ, ഇൻസ് നാടൻ. തുണി കുപ്പായിട്ട് പരിഷ്കൃതനായി ജീവിക്കുന്നവർ ഇൻസ്. ആദിവാസിയായിട്ട് കാട്ടിലും പന്തലൊക്കെ ജീവിക്കുന്ന ആദിവാസി ജിന്ന്. ഇങ്ങനെയാണ് CN പഠിപ്പിച്ചത്. ഇവരുടെ മുൻകാല നേതാവാ അന്ന് അയാൾ പഠിപ്പിച്ച അങ്ങനെ. അപ്പൊ യുക്തിപരമായി എന്തെങ്കിലും പറയാം. ഒന്ന് ആലോചിച്ച് നോക്കുന്നെങ്കിൽ ഇതൊക്കെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ പേരിൽ ഇതിന് പിന്നിലും കുറെ ആള്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതാണ് ഇസ്ലാം എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ പിന്നാലെ കുറെ ആളുകൾ കൂടുക. ഏതോ അവിടെ പറഞ്ഞു വന്ന് ഇയാൾ അങ്ങനെ പറഞ്ഞു. അതിനുശേഷം ഇവരിൽ ചില ആളുകൾ പഠിക്കാൻ തുടങ്ങിയപ്പോ, സക്കരിയ സലാഹി അത് പറഞ്ഞല്ലോ, പഠിക്കാൻ തുടങ്ങിയപ്പോ പരിശുദ്ധ ഖുർആനിൽ കാണുന്നു, ഹദീസിൽ കാണുന്നു, ഹദീസിന്റെ വ്യാഖ്യാനങ്ങളിൽ കാണുന്നു, തഫ്സീറുകളിൽ കാണുന്നു, പല വിഷയങ്ങളും കാണുന്നു. അവർ സഹായിക്കുന്നത് കാണുന്നു, സഹായം ചോദിക്കാൻ ഹദീസിൽ വളരെ വ്യക്തമായി കാണുന്നു. ഇതൊക്കെ കണ്ടപ്പോ അവരെന്ത് ചെയ്യണമെന്നറിയാതെ പലരും പല കോലത്തിൽ പറഞ്ഞൊപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷെ അങ്ങനെ ഒപ്പിക്കുമ്പോൾ എന്തെങ്കിലും പുറത്ത് ചാടുള്ളതിന്റെ യഥാർത്ഥം അത് ചാടി. 2000 ശേഷം ഉടനെ തന്നെ ഒന്ന് ചാടി. അപ്പൊ ഇവര് ചില ആളുകളൊക്കെ പറഞ്ഞു ജിന്ന് എന്നൊരു സാധനമുണ്ട്, അത് സഹായിക്കും ചെയ്യും, പക്ഷെ അത് സഹായം തേടാൻ പറ്റുമോ ഇല്ലേ എന്നൊരു ചർച്ച വന്നു. അപ്പൊ സഹായിക്കാനൊരു സംഭവം തന്നെ ഇല്ല എന്നൊരു വിഭാഗം, അങ്ങനെ ഒരു പിന്നെ ജിന്ന് ശൈത്താൻ എന്ന് പറഞ്ഞിട്ടൊരു വിഭാഗം തന്നെ ഇല്ലാന്ന് മറ്റൊരു വിഭാഗം. ഇങ്ങനെ അവർ പല ചേരികളായി. അവസാനം അത് ചർച്ച ചെയ്ത് 2 ചേരിയിൽ ഒരുങ്ങി. അഥവാ മടവൂർ ഗ്രൂപ്പും ഔദ്യോഗിക ഗ്രൂപ്പുമായി അങ്ങനെ മാറി. അങ്ങനെ മടവൂർ ഗ്രൂപ്പ് പുറത്തുപോയി. അവര് പഴയ നിലപാടിൽ തന്നെ സ്വീകരിച്ചു. അതിനുശേഷം ഈ ഔദ്യോഗിക വിഭാഗം തന്നെ പിന്നീട് പുകയാൻ തുടങ്ങിയപ്പോൾ നമ്മളൊക്കെ പ്രസംഗിച്ചു. പലരും നമ്മൾ ഉസ്താദ്മാരൊക്കെ പലരും ഇസ്തിഖാമയുടെ തന്നെ, ഇസ്തിഖാമ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടാകും, SKSFന്റെ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ കീഴിൽ ആദർശവിംഗ, അതിന്റെ ചെയർമാൻ ബഹുമാനപ്പെട്ട MT ഉസ്താദിന്റെ മുൻ MT അബൂബക്കർ ജാരിമിയും, കൺവീനർ മുസ്തഫ അഷ്റഫി കക്കുപടിയും, അതിൽ വൈസ് ചെയർമാൻ സലീം വൈസി ഉസ്താദ് അവർകളും അതുപോലെ ഗഫൂർ ഉസ്താദ് അവരുകളൊക്കെയാണ് അതിന്റെ കമ്മിറ്റി മെമ്പർമാർ. ഞങ്ങളൊക്കെ അതിന്റെ ഏരിയ ഖാദിമികൾ. അങ്ങനെ ഇവരൊക്കെ പലർക്കും പ്രസംഗിച്ചു. ഇങ്ങനെ ഇവരെ അടിയിൽ പ്രശ്നമുണ്ട്, ഇവരിപ്പോ ഇനിയും പൊട്ടിപ്പിളരും എന്നൊക്കെ പ്രസംഗിച്ചപ്പോ ഹുസൈൻ സലഫി പറയാണ്, അത് അസൂയോട് പറയാണ്, ഞങ്ങളുടെ അടിയിൽ അങ്ങനെ ഒരു പ്രശ്നം തന്നെ അല്ലാന്ന്. ഇത് പറയുമ്പോഴും അവിടെ ഇരുന്ന് സക്കരിയ സലാഹി അങ്ങനെ
ഇതാവുന്നുണ്ട്. കാരണം മൂപ്പരാണ് എടുത്തിട്ടുള്ള ചർച്ച എടുത്തിട്ടുള്ളത്. മൂപ്പര് ബേജാറായിട്ട് ഇങ്ങനെ 4 വരം നോക്കുന്ന രംഗവും നിങ്ങൾക്ക് കാണാം. ഹുസൈൻ സലഫി പറയുന്നു ഞങ്ങളുടെ ഇടയിൽ അങ്ങനെ ഒരു പ്രശ്നം അത് അസൂയ എന്ന് പറയാനാണ്. അത് പറയട്ടെ. പുസ്തകത്തിന്റെ 18ാമത്തെ പേജിൽ നിന്ന് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നു. വിശ്വാസമുണ്ടാക്കാൻ, ഇനിയും പഞ്ഞിടങ്ങുത്താൻ, ഇതിന്റെ രൂപത്തിൽ ഏതെങ്കിലും മുതലെടുക്കാൻ ഖുറാഫിമാരെ, നിങ്ങൾ ഞങ്ങൾ അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നവരാണെന്ന് ഞങ്ങളെ കുറിച്ച് നിങ്ങൾ പറയുന്നത് ആരോപണമാണെന്ന് ഇതാ നിങ്ങൾ അനുഗമിച്ചുകൊണ്ട് കേരള സംഗീതം പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ നിന്ന് തന്നെ ഞാൻ വായിച്ചു കേൾപ്പിക്കുന്നു. ഓ പൂരികളെ, ഈ മുന്നേറ്റം കണ്ട് അസൂയപ്പെട്ട് ഇതിൽ എന്തെങ്കിലും ഒരു വിളക്കുണ്ടാക്കി നിങ്ങൾ അങ്ങനെ അവരിങ്ങനെയെന്ന് പറയുന്നവഴി ഇന്നെങ്കിലും നിർത്തിയിട്ട് ആ മുടിയുടെ കൂടെ നടന്ന് സമയം കളഞ്ഞോ. അതുപോട്ടെ, ഏതായാലും പറഞ്ഞു പോയാലും അവസാനം എത്തിയത് എടുക്കാം. ഞങ്ങളടിയിൽ അങ്ങനെ പ്രശ്നമില്ല, അതൊരു ആരോപണം മാത്രമാണെന്നാ. ജക്കീർ സ്വലാഹി അവരുടെ മൂപ്പരാണ് പൊട്ടിച്ചിട്ടുള്ളത്. മൂപ്പര അസ്വസ്ഥത അവിടെ നിന്ന് പ്രകടിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇവരിടയിൽ ഉണ്ടായിട്ടില്ലേ ഇത് അസൂയാണോ? അല്ല, ഉടനെ തന്നെ പൊട്ടിപ്പിളർന്നു. ജക്കരിയ സ്വലാഹി പുറത്തുപോയി. ജക്കരിയ സ്വലാഹി പുറത്തുപോയി എന്ന് മാത്രമല്ല, അതിന് പിന്താങ്ങിയതിന്റെ പേരിൽ മുജാഹിദ് ബാലുശ്ശേരിയും പുറത്തുപോയി. അവസാനം ഇപ്പോ 8ാം വാർഷികം എന്ന് പറഞ്ഞ് കോഴിക്കോട് വെച്ച് സമ്മേളനത്തിൽ ഈ പറയപ്പെട്ട ഈ ഹുസൈൻ സലഫി തന്നെ ന്യായീകരിച്ചിട്ട് പറഞ്ഞു, നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ചില ആളുകൾ ഇങ്ങനെ മാറിപ്പോയിട്ടുണ്ട്, അവരെ നമ്മൾ അങ്ങനെ വിട്ടാൻ പറ്റൂല, അവരെ നമ്മൾ ചർച്ച ചെയ്ത് തീരുമാനം കാണണം എന്ന് പറഞ്ഞിട്ട് ജക്കരിയ സ്വലാഹിനെ മുന്നിൽ കൊണ്ടെത്തി ചർച്ച ചെയ്യാൻ ധൈര്യം അവർക്കില്ല. അത് വേറെ കാര്യം. അതുകൊണ്ട് തന്നെ അത് ചർച്ച നടന്നിട്ടില്ല. അതുകൊണ്ടാണ് അവരുടെ സംഘടനാ കാര്യം ഏതാവട്ടെ. അപ്പൊ ഹുസൈൻ സലഫി പറയാൻ നമ്മൾ ചർച്ച ചെയ്തതിന് ഒരു തീരുമാനം കാണണം. അവരെ ശിർക്കും കുഫറും ആരോപിച്ച് നമ്മൾ പുറത്താക്കേണ്ടവരല്ല. ഉടനെ തന്നെ ആ സ്റ്റേജിൽ നിന്ന് അബ്ദുറഹ്മാൻ സലഫി എഴുന്നേറ്റിട്ട് പറഞ്ഞു, പിന്നെ അതിന് മറുപടിയും പറയണ്ടായി. അത് ചർച്ചയൊക്കെ ചെയ്ത് അതിന്റെ 4 വഴികളൊക്കെ കഴിഞ്ഞിട്ടാണ് എന്ത് സംഭവിച്ചിട്ടുള്ളത്, ആളെ പുറത്താക്കിയിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് മറുപടി പറഞ്ഞു. ഏതാവട്ടെ. അപ്പൊ ഇയാൾ പറയാൻ ഒരു പ്രശ്നമില്ല, പക്ഷെ പ്രശ്നമുണ്ടായി. അതിനുശേഷമാണ് ഇവർ വീണ്ടും പിളർന്നത്. ആ പിളർന്നതിന് കാരണം എന്താണ്? ഇത് ഞാൻ നേരത്തെ പറഞ്ഞു വെച്ച അതേ ഒരു കാരണം. എന്താണ്? ഇവർ തൗഹീദിന്റെ വിഷയത്തിൽ വരെ പുതിയത് തുടങ്ങി. ഇവർ പറയുന്നുണ്ട് ഞങ്ങൾക്കൊരു മാറ്റം സംഭവിച്ചില്ല, ഞങ്ങൾ പരിശുദ്ധ ഖുർആനും ഹദീസും വെച്ചാണ് ഇവിടെ ജീവിച്ചിട്ടുള്ളത്, ഇവിടെ ജനങ്ങളോട് പ്രബോധനം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊന്നും മാറ്റേണ്ടി വന്നിട്ടില്ല എന്ന് ഇവർ പറയുന്നുണ്ട്. ആ രംഗം നിങ്ങളത് കേട്ടോളൂ. അത് ഞാൻ നേരിട്ട് അവർ എഴുതിയും വായിച്ചും കേൾപ്പിച്ചു തരാം. ആ ഹുസൈൻ സലഫി തന്നെ പറയുന്ന സ്റ്റേജിൽ ഒന്നും ഇവിടെ മാറ്റം വരുത്തേണ്ടി വന്നിട്ടില്ല. അത് അദ്ദേഹം ആദ്യം പറയട്ടെ. ആരാനെ കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞതല്ല ബോധം സ്വീകരിക്കേണ്ടത്. പരിശുദ്ധമായ മാസമാണ് വരാൻ പോകുന്നത്. എന്തിനാ ഒരു കൂട്ടരെ കുറിച്ച് ഇല്ലാത്തത് പറയുന്നത്? ഉദാഹരണ പ്രസ്ഥാനം നവോത്ഥാനങ്ങളിൽ നിന്ന് നവയാഥാസ്ഥികതയിലേക്കാണ് ചില ആൾക്കാർ വലിയ ഒലക്കമൊക്കെ രേഖയിടുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഉദാഹരണ പ്രസ്ഥാനം എവിടെയാ പണ്ട് പറഞ്ഞത് മാറിയത്? ഇതെല്ലാവരും പഠിച്ചോളും. ഉദാഹരണ പ്രസ്ഥാനത്തിൽപ്പെട്ട അതിലേക്ക് അനുഭാവമുള്ള ആളുകളെ മനസ്സ് മടുപ്പിച്ച് ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാമെന്ന് ആരെങ്കിലും സ്വപ്നം കാണുന്നുവെങ്കിൽ പ്രിയ സഹോദരന്മാരെ, ആ പകൽ സ്വപ്നം വെറുതെ നിർത്തിവെക്കലാണ് നല്ലത്. ഒറ്റ ഉദാഹരണം ഒരു പകർച്ചയുണ്ടാവില്ല. കാരണം എന്താ അറിയോ? ഉദാഹരണ പ്രസ്ഥാനം ഏത് വിഷയത്തിലും അതിന്റെ പണ്ട് കാലത്തുള്ള പണ്ഡിതന്മാരെന്താണ് പറഞ്ഞത് അങ്ങേക്കും പറയുന്നത്. ഖുർആനിലും ഹദീസിലും ഉള്ള നിയമങ്ങൾ പറഞ്ഞ പണ്ഡിത സംഘടനയാണ് കേരള ജമിയത്തുൽ ഉലമ. കേട്ടല്ലോ, ഒന്നും മാറ്റേണ്ടി വന്നിട്ടില്ല. എന്നാൽ ജക്കരിയ സ്വലാഹി തന്നെ എഴുതിയിട്ടുണ്ട്, ഞങ്ങൾ അപ്പോൾ കിട്ടുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തിരുത്തേണ്ട കാര്യങ്ങൾ അപ്പോൾ തിരുത്തിയിട്ടുണ്ട് എന്ന് മാത്രമല്ല, കൂടുതൽ തെളിവ് കിട്ടുമ്പോൾ ഇനിയും ഞങ്ങൾ തിരുത്തും എന്നും ജക്കരിയ സ്വലാഹി തന്നെ അവരുടെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതിന് പുറമെ ഇനിയിപ്പത് പറഞ്ഞതിന് തിരിച്ചൊരു ക്ലിപ്പന്നെ കണ്ടാൽ നിങ്ങൾക്ക് ബോധ്യപ്പെടുമല്ലോ. ജക്കരിയ സ്വലാഹിനെ നേരിട്ട് പറയുന്നു, നമ്മളിപ്പോ തൗഹീദിൽ തന്നെ പുതിയതാണ് 2012 പുതിയ തൗഹീദ് 2012. ഓരോ സാധനങ്ങൾ ഇങ്ങനെ ഇറങ്ങുമ്പോൾ വർഷം വെച്ച് ഇറങ്ങാറുണ്ട്. 2000 2012 എന്നൊക്കെ എന്നതുപോലെ തൗഹീദ് 2012. ജക്കരിയ സ്വലാഹി എന്ന് പറയട്ടെ. വളരെ ഗുരുതരമായ ചില നീക്കങ്ങൾ നമ്മുടെ പ്രസ്ഥാനത്തിൽ ഉണ്ടാവുകയും
ഈ മൂവർ സംഘം കൊണ്ടുവന്നിട്ടുള്ള പുതിയ തൗഹീദ് അത് കേരളത്തിൽ മാത്രമല്ല ലോകത്തുടനീളമുള്ള സെലഫികളെ ശിക്ഷാരോപിക്കുന്ന അവസ്ഥയിലേക്കാണ് വാസ്തവത്തിൽ എത്തിച്ചേരുന്നത്. അവർക്കൊന്നും തൗഹീദ് മനസ്സിലായിട്ടില്ല. ഈ 2012 വരെ നമ്മൾ പറഞ്ഞ തൗഹീദ് ശരിയായിരുന്നില്ല. കഴിഞ്ഞ 10, 12, 13 നൂറ്റാണ്ടുകളായി അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർക്കൊന്നും തൗഹീദും ശിർക്കും വേണ്ടതുപോലെ വകതിരിച്ച് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്ന അത്യന്തം അപകടകരമായ ദാർഷ്ട്യം കലർന്ന ഒരു പുതിയ വാദമാണ് തൗഹീദ് 2012 എന്ന് ഇപ്പോൾ നമ്മൾ പേരിട്ട് വിളിക്കുന്ന ഒരു പുതിയ തൗഹീദുമായിട്ട് ആയിക്കൊണ്ട് വന്നിട്ടുള്ളത്. അതാരനെ പറഞ്ഞാൽ അനസ് മൗലവിനെയും ഹനീഫ് കായക്കൂരിനെയും അബ്ദുറഹ്മാൻ സലഫിനെയും. അതാണ് മൂവർ സംഘം എന്ന് പറഞ്ഞത്. ഈ മൂവർ സംഘം ഉണ്ടാക്കിയത് പുതിയ തൗഹീദാണ്. 2012 ഔദ്യോഗിക വിഭാഗത്തിനെതിരെയാണ് സക്കരിയ സുലൈമാനി അടിക്കുന്നത് എന്ന് വെച്ചാൽ ഇത്ര കാലം പറഞ്ഞൊന്നും തൗഹീദായിട്ടില്ല. ഇപ്പോഴത് പുതിയ തൗഹീദാണ് 2012 എന്ന് പറഞ്ഞ രംഗത്ത് വരുന്നത്. ഇവിടെയാണ് പോയിന്റ് കിടക്കുന്നത്. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം. ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വമായ തൗഹീദിന് മാറ്റം വരുത്തി. എന്തായി പറയുന്നത്? അടിസ്ഥാനപരമായ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ സ്വഹാബത്തും പ്രബോധനം ചെയ്ത ഇസ്ലാമിന്റെ അടിത്തറ, മുൻകഴിഞ്ഞതായ പ്രവാചകന്മാരെല്ലാം പ്രബോധനം ചെയ്ത അടിത്തറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ളലു മാ കുൻതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാനും എന്റെ മുൻഗാമികളായ പ്രവാചകന്മാരും പറഞ്ഞതിൽ ഏറ്റവും ഉത്തമമായ വാക്ക് അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തുൽ തൗഹീദിന്റെ വാക്കാണ്. ആ അടിത്തറ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തുൽ തൗഹീദിന്റെ അടിത്തറയാണ് പൊളിച്ച് 2012 2015 ആകുമ്പോൾ പുതിയത് വരുന്നത്. നമ്മൾ ചിന്തിക്കണം, ഇതിന്റെ പിന്നിൽ നിൽക്കാനും ഒരു സമൂഹമോ? ഇങ്ങനത്തെ പുതിയ കക്ഷികൾ വരുമ്പോൾ അതിന്റെ പിന്നാലെ കൂടുന്ന ആളുകൾ മനസ്സിലാക്കണം, ഇതൊന്നും പരിശുദ്ധമായ ഇസ്ലാമിന്റെ തനതായ ശൈലിയല്ല. എന്നിട്ടിപ്പോ ഈ ജിന്നിന്റെ വിഷയത്തിലേക്ക് തന്നെ തിരിച്ചു വരാം. ഇങ്ങനെ പുതിയ വിഷയങ്ങൾ ഒരു ഉണ്ടാക്കുക ഇല്ലാന്ന് പറയും ചെയ്യാം. പിന്നെ മുജാഹിദ് ബാലുശ്ശേരി പറയുന്നവർക്ക് ഇവിടെ ഏതെങ്കിലും സുന്നിക്കൊരു ആക്ഷേപം പറയാനുണ്ടോ? ഞങ്ങൾ സുന്നത്തുണ്ടാക്കിയത്, സുന്നികളുണ്ടാക്കിയ വിജയത്തിൽ ഞങ്ങൾ കൂടിയില്ലാന്നേ അവർക്ക് പറയാനുള്ളൂ. അല്ലാതെ ഞങ്ങൾ പുതിയ സുന്നത്തുണ്ടാക്കിയെന്ന് പറയാൻ പറ്റുമോ? ഒരു സുന്നികളുണ്ടാക്കി, മൗലൂദുണ്ടാക്കി, സ്വലാത്തുണ്ടാക്കി, ഇങ്ങനെ നബിദിനാഘോഷം ഉണ്ടാക്കി, ഇങ്ങനെ കുലൂത്തുണ്ടാക്കി, പലതും പുതിയതുണ്ടാക്കിയതാണ്. അത് വെറുതെ ആരോപണം കേട്ടോ, അത് വേറെ കാര്യം. ഇതൊക്കെ നമ്മൾ പുതിയതുണ്ടാക്കിയതാണെന്ന് ആരോപിക്കാം. എന്നിട്ട് പറയാം ഞങ്ങളത് ചെയ്തില്ല എന്നല്ലോ, ഇതേപോലെ തന്നെ ഞങ്ങൾ പുതിയതാക്കിയിട്ടുണ്ടാക്കിയിട്ടുണ്ടോ? അത് ശരിയാണെന്ന് നമുക്ക് ഒരിക്കൽ തന്നെ മനസ്സിലാവും. കാരണം എന്താ അറിയോ, അവർ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. അവരുടെ വാദം വെച്ചുകൊണ്ട് തന്നെ അവര് പറഞ്ഞ അടിസ്ഥാനത്തിൽ തന്നെ ഇങ്ങനത്തെ ഒന്നും അവരുണ്ടാക്കിയിട്ടില്ല. അവരുണ്ടാക്കിയത് നമ്മളാരും കേൾക്കാത്തതും കാണാത്തതും വളരെ രസകരവുമായ സുന്നത്തുകളാണ്. നമ്മൾ ഇന്നേവരെ കേൾക്കാത്ത, കാണാത്ത, ഒരു പ്രമാണങ്ങളിലും കാണാത്ത ചില പുതിയ സുന്നത്തുകൾ. അതെന്താണെന്നറിയോ? ആദ്യം വിചാരിച്ച് മനസ്സിലാവുന്ന പറഞ്ഞു കേട്ടോളൂ, ഞങ്ങള് പുതിയതൊന്നും ഉണ്ടാക്കിയിട്ടില്ലാന്ന്, പുതിയ വിജയത്തൊന്നും ഉണ്ടാക്കിയില്ലാന്ന്. 11 മുജാഹിദ് പ്രസ്ഥാനം ഇത് പറയുമ്പോൾ ഒരു കാര്യങ്ങൾ പറഞ്ഞോട്ടെ, ചിന്തിക്കുന്നതാണ്. ഇന്നുവരെ സുന്നീയ പണ്ഡിതന്മാരാണെങ്കിലും മുജാഹിദുകൾ ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിക എന്നിട്ട് ഒരു വിദ്യാർത്ഥി രൂപപ്പെടുത്തിയിട്ടുണ്ടോ? ചോദിക്കണേ. മുജാഹിദുകൾ പുതിയ വിക്രുണ്ടാക്കി എന്ന് സമസ്യക്കാർക്കൊന്നും ഒരു വാദമുണ്ടോ? ഇല്ല. മുജാഹിദുകളും സുന്നത്ത് ഉപേക്ഷിച്ചെന്നുള്ളൊരു വാദം. കുലൂത്ത് വിദ്യാർത്ഥികളെന്നും സുന്നത്താണെന്നും അത് മുജാഹിദുകൾ എടുക്കുന്നില്ല. മുജാഹിദുകൾ പുതിയ വിദ്യാർത്ഥികളാക്കി നിന്നവരെ സമസ്യക്കാർ പറഞ്ഞില്ല. ശരിക്കും മനസ്സിലാക്കി നമ്മുടെ പ്രത്യേകം ഇന്നവരെ മനസ്സിലാക്കിയിട്ടുണ്ടോ? എന്തായാലും ഓരോക്കും ഇന്നവരെ മുജാഹിദുകൾ പുതിയ സ്വലാത്തുണ്ടാക്കി നടന്നോ? ഞങ്ങൾ ഉണ്ടാക്കിയ സ്വലാത്തുകൾ പങ്കെടുത്തതിന്റെ പേര് സ്നേഹമാണ്. നേരെ വെച്ച സമസ്യക്കാരുടെ സ്ഥിതി എന്താ? ഞങ്ങൾ ചെയ്യുന്ന എല്ലാ വിജയത്തും സുന്നത്താക്കാനുള്ള കരുതിയായി മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ട്. സമസ്തക്കാർക്ക് ഇന്നവരെ നബിയുടെ പേരിൽ സ്വലാത്തിൽ നിന്ന് മുജാഹിദുണ്ടോ? കേട്ടല്ലോ, പ്രധാന പോയിന്റ് കേട്ടല്ലോ. ഓര് പുതിയതൊന്നും ഉണ്ടാക്കില്ല. എന്ത് സ്വലാത്തുണ്ടാക്കിയില്ല, നബിദിനാഘോഷം ഉണ്ടാക്കിയില്ല, കുനൂത്തുണ്ടാക്കിയില്ല. ഇതൊക്കെ ആഫ്രത്തിൽ കൂടിയിട്ടുള്ള ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. നമ്മൾ ഉണ്ടാക്കിയതല്ല, അത് വേറെ വിഷയം. അത് ഞാൻ അവരുടെ വാദം അംഗീകരിച്ചുകൊണ്ടാണ് പറയുന്നത്. അവരുടെ വാദം അംഗീകരിച്ചാൽ തന്നെ പറഞ്ഞിട്ട് ആരിനൊക്കെ ഒന്നൊന്നും കേട്ടോന്നില്ല. ഇമാമിങ്ങൾ ആരൊക്കെയാണ്? മൗലവി സാഹിബ്, 2 മൗലവി സാഹിബ്, അതുപോലെ മൂസ മൗലവി സാഹിബ്, പൂർവീകരായ പണ്ഡിതന്മാര്
ഇവരൊക്കെ പൂർവികരായ പണ്ഡിതന്മാരാ. ഇമാം ഷാഫി റളിയല്ലാഹുവിനൊക്കെ ഉത്തമ നൂറ്റാണ്ടിൽ ജനിച്ച മഹാന്മാർ, അവരൊന്നും പറ്റൂല. ഈ മൂസ മൗലവി, ഈ പറഞ്ഞ മൗലവിമാരൊക്കെ ഇവരെ പൂർവികർ. അതിനൊന്ന് പറയട്ടെ. അവരെക്കൂടെയുള്ള കാലത്ത് ചെറുപ്പത്തിൽ ഞാൻ ഈ ഇസ്ലാമിലാണ്, ഞാൻ ഈ ഓർഫനേജ് പഠിച്ച വ്യക്തിയാണ്. അപ്പൊ അവരൊന്നും പഠിപ്പിച്ച കർമ്മശാസ്ത്രം അല്ലെന്നുള്ളത്. ഇന്ന് കമ്പ്യൂട്ടർ ഇട്ടിട്ട് ഏതെങ്കിലും ഒരു കഴിവായ കൗശ കണ്ടിട്ട് കമ്പ്യൂട്ടേഴ്സിൽ കർമ്മശാസ്ത്രം, ആ കമ്പ്യൂട്ടറിലൂടെ എന്തെങ്കിലും ഒന്ന് കാണും, അത് മെമ്പർന്ന് ചെന്ന് പറയും. ചിലപ്പോൾ അതിന് വിരുദ്ധമായിട്ടുള്ള ഹദീസ് നോക്കൂല. അതല്ലേ നമ്മൾ പറഞ്ഞ, നമ്മളതിന് നിൽക്കണ്ടാവും. നമ്മൾ ഹദീസ് കൊണ്ട് പറഞ്ഞു നടത്താൻ നിന്നാൽ എങ്ങനെ ഉണ്ടാവും? ഇയാൾ പറഞ്ഞ പോലെ ഉണ്ടാവും. ദഈഫായ കൗല് കാണും. നമ്മൾ ഇവിടെ മിമ്പറും മലയാളത്തിൽ പറയാൻ തുടങ്ങിയതാണ് പ്രശ്നേ. അത് മിമ്പറമ്മ പോയി പറയും. അതിന് എതിരിൽ സ്വഹീഹായ ഹദീസ് ഉണ്ടാവും, അത് നമ്മൾ നോക്കുന്നില്ല. സ്വഹീഹായ മറ്റു ഉദ്ധരണികൾ ഉണ്ടാവും, അത് നമ്മൾ നോക്കുന്നില്ല. എന്നാൽ അദ്ദേഹം തന്നെ പറയട്ടെ. വൈരുദ്ധ്യം വന്നിട്ടുള്ള ഹദീസുകള്, താറുമായി വന്ന ഹദീസുകള് മുഹദ്ദിസുകള് ജമ ചെയ്തിട്ടുണ്ടാവും. രണ്ടും കൂടി യോജിപ്പിച്ച് അതിനൊരു ഒക്കുമെടുക്കും. അതും ചെയ്യൂല. അതൊന്നും അറിയാതെ അതിൽപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. കാൽമ ചവിട്ട വന്നിട്ട് എനിക്ക് വലിയ വിഷമമുണ്ടായിട്ടുണ്ട്. കോട്ടക്കലെ പള്ളിയിൽ ഞാനൊക്കെ പറഞ്ഞു, അവിടെ എന്റെ കാലിന് ചെറിയ മുറിഞ്ഞിരുന്നു, ഒക്കെ ഒരു കുണ്ടല് വീണിട്ട്. അത് മാറിയ അറബി കോളേജ് എന്ന് നോടുസ്കരിക്കണം ചെല്ലുമ്പോഴും കാൽമ വെല്ലമ ചവിട്ട. അപ്പൊ സ്വാഭാവികമായി ചോദ്യമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു, ഇതെങ്ങനെ കാൽമ ചവിട്ടുന്നുണ്ട്? അപ്പൊ അവിടുത്തെ മൗലവിയോട് ചോദിക്കുകയാണ്, ഇവിടെ ജുമാക്ക് ഖുതുബക്ക് വരുന്ന മൗലവി സുന്നത്താന്നൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ എനിക്ക് പറഞ്ഞിരുന്ന തോന്നുന്നതാണ്. ഖുതുബയില് കാൽമ ചവിട്ടി സുന്നത്താണെന്ന് മൗലവി പറഞ്ഞിരുന്നതാ തോന്നുന്നേ. അതെന്നെ പറയട്ടെ. അപ്പൊ ഞാൻ അവിടെ പള്ളിയിലെ ഇമാമും കോളേജിലെ പഠിപ്പിക്കുന്ന ഒരു ഷരീഫ് എന്ന് പറയുന്നൊരു വ്യക്തിയുണ്ട്, സംഘത്തിക്കുള്ളിലുള്ള പള്ളിയിലെ ആൾക്കാർ പള്ളിയിലെ ഇമാമ. അപ്പൊ ഞാൻ ചോദിച്ചല്ല ഷരീഫ്, ഈ കാൽമ ചവിട്ടല് സുന്നത്താണെന്നൊക്കെ അൻസാരി ഇവിടെ പറഞ്ഞെന്ന് ചോദിച്ചു. അതൊക്കെ പറഞ്ഞെന്ന് തോന്നുന്നു. അതൊക്കെ പറഞ്ഞെന്നാ തോന്നുന്നു. കാൽമ ചവിട്ടൽ സുന്നത്ത് ഇതാണ് ഇവരുണ്ടാക്കിയ സുന്നത്ത്. എങ്ങനെയുണ്ട്? ഇവർ നമുക്കെതിരെ ബിദ്അത്തും കുഫറും ശിർക്കും ആരോപിക്കുമോ? ഇവർ കൗമിനെ പഠിപ്പിക്കുന്ന സുന്നത്തുകളായി നമ്മൾ മനസ്സിലാക്കണം. ഏതായിരുന്നാൽ ഈ പുതിയ വിഷയം ചർച്ച വന്നപ്പോ ഇവരത് ചർച്ച ചെയ്യുകയും ചർച്ച ചെയ്തിട്ട് പല ഭാഗങ്ങളിലും പല വിഷയങ്ങളും ഉണ്ടാവുകയും ചെയ്തു. അഥവാ ഇവർ നേരത്തെ ഹുസൈൻ സലഫി പറഞ്ഞത് ഞങ്ങൾക്ക് മാറ്റേണ്ടി വന്നിട്ടുണ്ടാകും, മാറ്റിയിട്ടുണ്ട് ഒരുപാട്. ചർച്ച ചെയ്തിട്ട് ക്ലിനിക്ക് തുടങ്ങാന് വരെ ഇവര് പ്രസംഗിക്കുകയുണ്ടായി. പക്ഷേ അതിനെക്കുറിച്ച് ആദ്യം ഹുസൈൻ സലഫി പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ ചർച്ച ചെയ്തിട്ടില്ല. ക്ലിനിക്ക് തുടങ്ങാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വെറുതെ പറഞ്ഞുണ്ടാക്കാൻ അങ്ങനെ ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല, അങ്ങനെ ഇല്ല. അതാദ്യം അയാളെന്ന് പറയട്ടെ. പറയുന്നു അവർ ജിന്നുകളെ അടിച്ചടക്കുന്നു, ക്ലിനിക്കുകൾ നടത്തുന്നു. പറയട്ടെ, ഒരൊറ്റ മുജാഹിദിനും അങ്ങനെ ഒരു കേന്ദ്രമില്ല. മുജാഹിദികൾ ഇങ്ങനെ ചിന്നിളക്കിയിട്ട് ആ ചിന്നിനോട് സംസാരിച്ച് ഇന്റർവ്യൂ നടത്തുന്നവരല്ല. ആ ചിന്നുകളെ അടിച്ചിറക്കിയിട്ട് അവരോട് സംസാരിച്ച് ആ ചിന്നുകൾ പറയുന്നത് കേട്ട് വിശ്വസിച്ചാൽ മുജാഹിദിനെ കിട്ടൂല. ഏതായാലും അപ്പൊ പറഞ്ഞു തന്നത് ഞങ്ങൾ അങ്ങനെ ക്ലിനിക്ക് തുടങ്ങാന്നുള്ളൊരു സമ്പ്രദായം ഉണ്ടായിട്ടില്ല, അതിന് മുജാഹിദിനെ കിട്ടൂലാണ് ഹുസൈൻ സലഫി പറയണത്. എന്നാൽ ഇവര് ചർച്ച ചെയ്തിട്ടുണ്ട്, പച്ചക്കള്ളം അയാൾ പറയണം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സമൂഹത്തിന്റെ ഇടയിൽ വന്ന് എന്തൊക്കെയോ ഓരോരുത്തർക്കും തോന്നുന്നത് പറഞ്ഞ് സമൂഹത്തിനെ തെറ്റിദ്ധരിപ്പിച്ച് അവരുടെ കൂടെ നിർത്താൻ ശ്രമിക്കുക. അവർക്ക് പരിശുദ്ധമായ ഇസ്ലാമിന്റെ ആദർശമോ ഇസ്ലാമിക സ്പിരിറ്റോ അല്ല അവരുടെ അജണ്ട. അവർക്കുള്ളത് വേറെന്തൊക്കെയോ ദുരുദ്ദേശങ്ങളാണ്. അതിനുവേണ്ടി എന്തൊക്കെയോ ഓരോരുത്തരും തോന്നുന്നത് പറയുന്നു. എന്നാൽ അവരുടെ സംഘടനാ തലത്തിലുള്ള ചർച്ചയിൽ ക്ലിനിക്ക് ചർച്ച വന്നിട്ടുണ്ട് എന്ന് അവരുടെ നേതാവ് അബ്ദുറഹ്മാൻ സലഫി തന്നെ പറയുന്നുണ്ട്. രംഗത്ത് അയാൾ തന്നെ പറഞ്ഞു, അങ്ങനെ ചർച്ച ചെയ്തപ്പോൾ എത്രത്തോളം പറഞ്ഞു എന്നറിയോ? ഓരോ യൂണിറ്റിനും നമ്മൾ ക്ലിനിക്ക് വന്നെന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. ചർച്ചയില് അതിന്റെ അനന്തരഫലം എന്തായെന്ന് അടുത്ത ഗ്രൂപ്പിലൂടെ കാണാം. ആദ്യമായി പറഞ്ഞെന്ന് കേട്ടോക്കൂ. അങ്ങനെ കേരള ജനീയത്തിലുള്ള എക്സിക്യൂട്ടീവും ആ എക്സിക്യൂട്ടീവിലേക്ക് ബന്ധപ്പെട്ട ആളുകളെ വിളിച്ചു വരുത്തി ഒരു ദിവസത്തെ ആൾക്ക്
പറയുന്ന ഒരു യൂണിറ്റ് തന്നെ നമ്മൾ തുടങ്ങണം എന്ന അഭിപ്രായം വരെ ഒരാൾ പറഞ്ഞിട്ടുണ്ടാവും. എങ്ങനെയുണ്ട്? അത് പറഞ്ഞിട്ടുണ്ട്, ചർച്ച ചെയ്തിട്ടുണ്ട്. അവരുടെ സംഘടനാ നേതാക്കൾ ഒരുമിച്ച് കൂടിയ ചർച്ചയിൽ തന്നെ ക്ലിനിക്ക് തുടങ്ങണമെന്ന് വരെ അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. ഹുസൈൻ സലഫി പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് അങ്ങനെ വാദം തന്നെ ചിലർ പറഞ്ഞത് വെറുതെ പറയാമെന്ന് പറഞ്ഞില്ലേ? ഇത് ചർച്ച ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അനന്തരഫലം എന്തായി? മുജാഹിദുകൾ തന്നെ ക്ലിനിക്ക് തുടങ്ങി. പിന്നെ മഞ്ചേരിക്കടുത്തുള്ള അഥവാ നമ്മുടെ സുഹൃത്ത് ഉസ്താദിന്റെ ഹത്തീം ഉസ്താദിന്റെ നാട്ടിൽ വരെ തുടങ്ങി. അത് അവരുടെ നേതാവ് തന്നെ ഹനീഫ് കായക്കുറി പറയുന്നുണ്ട്. എന്താണ്? ഇലാജുൽ ഖുർആൻ അസ്മാഉൽ ഹുസ്ന എന്ന് പറഞ്ഞ പുതിയൊരു ചികിത്സാ രീതി. അത് തുടങ്ങുന്നതാരാ? ഇതുപോലെ നമ്മുടെ ക്ലാസ് റൂം പോലെ അവരുടെ ക്ലാസ് റൂമിൽ അവർക്ക് നേതൃത്വം കൊടുത്തിരുന്ന, അല്ലെങ്കിൽ സുന്നികളുടെ മുഖാമുഖം നടക്കുമ്പോൾ ചോദ്യം ചോദിച്ചിരുന്ന, ഖുറാഫികളെ ഉത്തരം മുട്ടിച്ചിരുന്ന എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ നേതാവായി അവരുടെ ആളായി നടന്നിരുന്ന ഒരാൾ തന്നെയാണ് അത് തുടങ്ങുന്നത്. അത് പിന്നെ ഹനീഫ മൗലവി തന്നെ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കൂ. ഇവിടെ കീശേരിക്കടുത്തു മുജാഹിദ് പ്രവർത്തകനായിരുന്ന, മുജാഹിദ് ആദർശം അംഗീകരിച്ചിരുന്ന മുസ്ലിയാക്കന്മാരോട് പടവെട്ടാൻ വേണ്ടി പല സ്ഥലങ്ങളിലും രംഗത്ത് വന്നിരുന്ന, അവരുടെ വാദമുഖാമുഖങ്ങളിൽ പോയി മുജാഹിദുകൾക്ക് വേണ്ടി ചോദ്യം ചോദിച്ചിരുന്ന, മുജാഹിദുകളുടെ ഇന്റർനെറ്റ് ക്ലാസ് റൂമുകളിൽ ഖുബൂരികളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞിരുന്ന, ഖുബൂരികളുമായുള്ള വാദപ്രതിവാദത്തിൽ മുജാഹിദായി പങ്കെടുത്ത ആൾ കീശേരിക്കടുത്ത പുൽപ്പറ്റയിൽ ചികിത്സ തുടങ്ങി. എന്താ? ദാമ്പത്യ പ്രശ്നം, സ്ഥിരമായ ദാമ്പത്യ തകർച്ച. നമ്മൾ സാധാരണ പല അനൗൺസ്മെന്റ് കേൾക്കാറില്ലേ? കാൽമുട്ടുവേദന, കൈമുട്ടുവേദന, കൈ തരിച്ചിൽ എന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലെ ഒരുപാട് സൂക്കടുകളാണ്. എന്തൊക്കെയുണ്ട്? ഗൾഫിൽ പോകുന്ന ആളുകൾക്ക് പ്രശ്നങ്ങൾ, കഫീലുമായി ബന്ധപ്പെട്ടത്, വിക്കാമവുമായി ബന്ധപ്പെട്ട്, പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയുണ്ട് അതിനൊക്കെ ചികിത്സ. അയാളെന്നെ പറയട്ടെ. ദാമ്പത്യ തകർച്ച, ഗൾഫിലെ കഫീലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഇത് പരിഹരിക്കാൻ ഇലാജ് ഖുർആൻ അസ്മാഉൽ ഹുസ്ന എന്നാണ്. ഇലാജ് ഖുർആൻ അസ്മാഉൽ ഹുസ്ന കൊണ്ട് ചികിത്സിക്കുന്നു. അങ്ങനെ തുടങ്ങി പുൽപ്പറ്റയിൽ. ആരാ തുടങ്ങിയതെന്നും അയാൾ പറഞ്ഞല്ലോ. അവരുടെ നേതാവ്, അവരുടെ കൂടെ ഉണ്ടായിരുന്ന ആള്. അവര് ചർച്ച ചെയ്തപ്പോ ഉണ്ടായതാണ്. അവര് ചർച്ച ചെയ്തപ്പോ ഉണ്ടാകാൻ നമ്മൾ പറഞ്ഞിട്ടല്ലല്ലോ തുടങ്ങിയത്. നമ്മൾ ആളുകൾ പല ആളുകളുമായി ചികിത്സിച്ചിരുന്നു. ബഹുമാനപ്പെട്ട ഉസ്താദ് അമീർ ഫൈസ് അവരുടെ പ്രസംഗത്തിൽ നമ്മൾ കേട്ടതാണെങ്കിൽ അത് നമ്മൾ കേട്ടല്ലോ. മഹാന്മാരുടെ ഇജാസത്ത് പ്രകാരം പലരും ചികിത്സിച്ചിരുന്നു. ദിക്റുകളെ കൊണ്ട്, അതുപോലെ തന്നെ അസ്മാഉൽ ഹുസ്ന കൊണ്ട്, ഖുർആൻ ആയത്തുകളെ കൊണ്ട് മന്ത്രിച്ചിരുന്നു. അങ്ങനെ പല ചികിത്സകളും നടത്തിയിരുന്നു. എന്നാൽ ഇവരത് തുടങ്ങി. ഇത് തുടങ്ങിയെന്ന് മാത്രമല്ല, ഇവരുടെ നേതാക്കൾ വരെ തുടങ്ങി. അഥവാ സക്കരിയ സ്വലാഹിനെ ചികിത്സിക്കാൻ തുടങ്ങി. മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞ ഒരു കുട്ടിനെ പറഞ്ഞയച്ചിട്ട് പറഞ്ഞു, ഈ കുട്ടിക്ക് എന്തോ പ്രശ്നമുണ്ടെന്നാ തോന്നുന്നത്, നിങ്ങൾ എന്താണെന്ന് നോക്കി. അങ്ങനെ ആ കുട്ടിനെ ചികിത്സിക്കാൻ വേണ്ടി കൊണ്ടുവന്ന് ഖുർആൻ കേൾപ്പിച്ചു. ഖുർആന്റെ ശത്രുവാണല്ലോ ശൈത്താൻ. ഇപ്പോഴല്ലേ അവർക്ക് തിരിഞ്ഞിട്ടുള്ളൂ, നമുക്ക് എന്നോ തിരിഞ്ഞുകൊള്ളു. നമ്മൾ ഖുർആനോട് മന്ത്രിക്കലുണ്ട്. ഇവര് പറയാണ്, അപ്പൊ ഖുർആൻ ഓതി കൊടുത്താൽ ഈ ശൈത്താനിന്റെ പ്രശ്നം വരുമല്ലോ, അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഖുർആനിന്റെ ഒരു CD കുട്ടിക്ക് കേൾപ്പിച്ചു കൊടുത്തു. ആ രംഗം അയാളെന്നെ പറയട്ടൊന്ന് ആവർത്തിക്കണ്ടല്ലോ. സക്കരിയ സ്വലാഹിനെ പറയട്ടെ. അപ്പൊ മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞത് പുറത്ത് മജീദിനെ കേട്ടിട്ട് CD വെച്ചിട്ട് ഇതിനൊരു കേട്ടോടി ഇത് കേൾക്കാൻ വേണ്ടി ഇരുന്ന് പ്ലെയർ വെച്ചിട്ട് ചെവി ഇവനും പ്ലെയറും കൂടി കട്ടുകൊണ്ടിട്ട് പുറത്തേക്ക് ചാടുക. അങ്ങനെ അവൻ വീണ്ടും മുജാഹിദ് ബാലുശ്ശേരി വിളിച്ചപ്പോ എന്താണ് അറിഞ്ഞൂടാ. അപ്പൊ എന്റെ എന്നെ വന്നിട്ട് ഞാൻ പറഞ്ഞു കേട്ടിട്ടില്ല. അത് ശത്രു ആണല്ലോ ഈ ശൈത്താനിതാണെന്നാ തോന്നുന്നത്. അത് നമ്മളിവിടെ ഒന്നും ചികിത്സ ഒന്നുമില്ല, ഗൾഫിലാക്കിയുള്ള ചികിത്സ ഉണ്ട്. ഈ റുഖിയ ശർഇയ്യ എന്ന് പറയുന്ന കുറെ ആയത്തും ഇരിക്കുമൊക്കെ കേസറ്റിലാക്കിയത് അതുകൊണ്ട് ഞാൻ എനിക്ക് തരാം, എന്റെ വീട്ടിൽ വന്നോളൂ, ഞാൻ ഗൾഫിൽ കൊണ്ടെന്നാണ്. അങ്ങനെ ഇങ്ങനെ വന്നു. അപ്പോ നിസ്കരിച്ചിട്ട് വരിക, അവന് ഒന്നുണ്ട്, നിസ്കരിച്ചു വരികയാണ്, ഒന്നുണ്ട്. അപ്പൊ ഞാനിത് അയാളെ ആ കുട്ടിയുടെ ചെവിയിൽ വെച്ചു കൊടുത്തു. കുട്ടി ഇത് കേട്ടപ്പോ ആകപ്പാടെ ബേജാറായി ശബ്ദം ഉണ്ടാക്കി അവിടെ നിന്ന് എന്തായി കീപ്പിട്ട് വീണു. അപ്പൊ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ പറയണ്ട് ഉഹ്റുജ് അതുവല്ല എന്ന് പറയുന്നുണ്ട്. ഞാൻ ആയത്തിനെ കുറിച്ച് ഓതി ഇങ്ങനെ നിൽക്കുക. കാരണം ആ കുട്ടിയുടെ മേത്തുനിന്ന് ഇറങ്ങിയ ശേഷം എന്റെ മേത്ത് കയറണ്ട, ഞാൻ ആദ്യമായിട്ട് ചികിത്സിക്കല്ലേ, അപ്പൊ എന്റെ മേത്ത് കയറണ ഞാൻ ആയത്തിനെ കുറിച്ച് ഓതി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ കുട്ടി ആകപ്പാടെ ബേജാറായിട്ട് ഇങ്ങനെ അവിടുന്ന് പിന്നെ തെളിഞ്ഞ് എഴുന്നേറ്റ് വരുന്ന രംഗവും അദ്ദേഹം തന്നെ പറയും. നിസ്കരിച്ചിട്ട് വരിക, അവനൊന്നുണ്ട് ഒന്നുകൂടി ഞാൻ ടേപ്പിലില്ലാത്ത സാധാ കാസറ്റാണ് എന്റെ ശരീരത്തിൽ വെച്ചു കൊടുത്തത്. ഞാൻ ഒന്നുകൂടി ഞാൻ ഇങ്ങനെ ആയത്തിനെ കുറിച്ച് ഓതി നിൽക്കുകയാണ്. എന്റെ ശേഷം എന്റെ നേരത്തെ കേട്ടാൽ അതാ പറഞ്ഞു ആ കുട്ടിയുടെ മേത്തിലെ ശേഷം എന്റെ മേത്ത് കയറേണ്ട. പറയട്ടെ.
അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോ ഇവര് ഭയങ്കര ഒച്ച. ഞാൻ ആ ബേജാറിട്ട് കൂടി അത് ആദ്യമാണല്ലോ. ഞാൻ ആദ്യമായിട്ട് ചെയ്യാണല്ലോ, കാരണം പരിചയമില്ലല്ലോ. സുന്നികൾക്കാണ് ഇത് പരിചയം ഉണ്ടാവും, കുറെ ചികിത്സക്കാരെ കൂടെ നടന്ന് പഠിച്ച് പിന്നെ ചികിത്സിക്കുമ്പോ അറിവുണ്ടാവും. ഇത് ആദ്യമായിട്ട് ചെയ്തു നോക്കല്ലേ, അപ്പൊ ആകെ ബേജാറായി. അപ്പൊ ഞാനിങ്ങനെ ഒന്നൊക്കെ പറഞ്ഞു നോക്കി, ഒന്നും നിൽക്കുന്നില്ല, അതിന് സാധ്യം എണീറ്റു. അത് പറയണെങ്കിലേ മഹാന്മാരെ ഇജാസത്ത് വേണം, സുന്നിയാവണം, അപ്പോഴേ അത് ഫലം ഉണ്ടാവുള്ളൂ. ഉഖ്റുജ് അദുവല്ലാഹ് പറഞ്ഞ് ഇറങ്ങേണ്ടി പോകും. മഹാന്മാരെ സയ്യിദന്മാരെ അടുക്കൽ നമ്മൾ കൊണ്ടുപോകാറുണ്ട്, പല മഹാന്മാരുടെ അടുക്കലും കൊണ്ടുപോകാറുണ്ട്. അവർ അങ്ങനെ പറഞ്ഞാൽ മതി. ബഹുമാനപ്പെട്ട അഹ്മദ് അംബർ റളിയല്ലാഹുവിന്റെ ചരിത്രത്തിൽ കാണാൻ കഴിയും. ഒരു പെണ്ണിന്റെ മേത്ത് ശൈത്താൻ കയറിയപ്പോൾ ബഹുമാനപ്പെട്ടവരുടെ അടുക്കൽ വന്നു പറഞ്ഞു, മഹാനവർ അദ്ദേഹത്തിന് ചെരുപ്പ് കൊടുത്തയച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ ചെരുപ്പിന്റെ ഉടമ നിന്നോട് ഇറങ്ങി പോകാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മതി. അതാ മഹാന്മാർ. അദ്ദേഹത്തിന്റെ ചെരുപ്പ് കൊണ്ടുപോയിട്ട് പറഞ്ഞു, ഈ ചെരുപ്പിന്റെ ഉടമ നിന്നോട് പോകാൻ പറഞ്ഞിട്ടുണ്ട് എന്ന്. ശൈത്താൻ ഇറങ്ങിപ്പോയിന്ന മഹാന്മാരെ പോരുണ്ടാവും. ഞാൻ പറഞ്ഞു നോക്കി, പോയില്ലാന്ന്. കാരണം എന്താ, അതത്രേ ഉള്ളൂ. അതുകൊണ്ടാ മഹാന്മാരെ പിൻപറ്റിയാൽ സുന്നിയാണെങ്കിൽ പോകും. അയാൾ തന്നെ പറയട്ടെ ബാക്കി. അപ്പുറത്ത് നല്ല നല്ല ലാപ്ടോപ്പിന്റെ ഇതുണ്ടായിരുന്നു, അത് കെട്ടി അപ്പൊ എന്നിട്ട് കുറച്ച് കാര്യം ഒത്തുന്ന ഒന്നമായി എന്താണ് ഈ കാണിച്ചത് കാണിച്ചത്. കാരണം ഉസ്താദിനോട് എത്തിയിട്ട് കേസെത്തുന്നത് ഞാനൊന്ന് ഇന്നുന്നത് നമ്മുടെ കഴിയുമൊക്കെ ഇങ്ങനെ തോന്നി ഇതൊന്നും ഓർമ്മയില്ല. കേട്ടോ മതി, കേട്ടല്ലോ. ഇങ്ങനെ ചികിത്സിച്ചു ഇവര്. സക്കരിയ സ്വലാഹി നേരിട്ട് തന്നെ ചികിത്സിച്ചു എന്ന് മാത്രമല്ല, അവരെ പള്ളികളിലൊക്കെ ക്ലിപ്പുകൾ ഒരുപാടുണ്ട്, ധാരാളമായിട്ട് ഒരുപാട് പറയാനുണ്ട്. അവ ചുരുക്കി പറയാം, ഇവരിങ്ങനെ ചികിത്സിച്ചു. എത്രത്തോളം ഇവര് ചികിത്സിച്ച് ചവിട്ടി ചികിത്സ വരെ തുടങ്ങിന. ചവിട്ടി ചികിത്സ വരെ തുടങ്ങി. എന്നിട്ട് അതിനും ഹദീസിന്റെ തെളിവ് ഇപ്പൊ ചികിത്സ തുടങ്ങി വെക്കുമ്പോ ഒക്കെയും ഖുർആനും ഹദീസും തെളിവുകൾ ധാരാളം വരല്ലേ. ഇപ്പൊ ഇത് തുടങ്ങിയ ആളുകളെ അടുക്കല് ചവിട്ട്, ഒരാളൊക്കെ ജിന്നോ ശൈത്താനോ കൂടിയിട്ട് ഇളകുകയാണെങ്കിൽ ആളെ ചങ്കിൽ കയറി ചവിട്ടുക. ചങ്ക് എന്ന് ഇവിടെ പറയില്ലേ, ഈ കഴുത്തിന് ഞങ്ങളവിടെ ചങ്ക് എന്ന് പറയും. ആ ഭാഷയിൽ തന്നെ മൂപ്പര് പറയണത്. ഇവിടെ കയറി ചവിട്ടുക. കാരണം എന്താ, ഈ കഴുത്തിൽ ചവിട്ടുക. അതിന് ഹദീസിന് തെളിവുണ്ട്. ഹദീസ് കേൾക്കണോ? കേട്ടോളി. അദ്ദേഹം തന്നെ പറഞ്ഞു ചവിട്ടി ചികിത്സ. അനീഫ കായക്കൊടി തന്നെ അവിടുന്ന് വിട്ടു. ഇങ്ങനെ നമ്മൾ ഇതുവരെ പറഞ്ഞതൊക്കെ അടിച്ചിറക്കി ചികിത്സിക്കണം. ഇപ്പൊ അവിടുന്ന് മാറി ഇനി ചവിട്ടി ചികിത്സയാ വരാൻ പോകുന്നത്. പറയട്ടെ. ചവിട്ടി ചികിത്സയാൻ ജമിയത്തുലമയുടെ ബുക്ക് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചില ആളുകൾ പ്രചരിപ്പിക്കുന്ന ഒരു ലഘുലേഖ ജമിയത്തുലമക്കും അത് ഒപ്പിട്ട് കൊടുത്തു. ഞാൻ വേണമെങ്കിൽ ചോദ്യം വരികയാണെങ്കിൽ അവിടെ ഒരു പോയിന്റ് ശ്രദ്ധിക്കണ്ടോ, 38 ആളുകളാണ് ഇത് ഒപ്പിട്ട് കൊടുക്കുന്നത്. അതില് 38 ആളുകൾ അദ്ദേഹം പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് ആവശ്യമായിരുന്ന ഒരു ക്ലിപ്പ് പിന്നീട് ഞങ്ങൾക്ക് കേൾപ്പിച്ചു തരും. അതിന്റെ ഇടയ്ക്ക് കിട്ടുകയാണെങ്കിൽ അതിന്റെ ഇടയ്ക്ക് ഇട്ട് തരും, അല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് ലാസ്റ്റ് കേൾപ്പിച്ചു തരും. 38 ആളുകൾ ജമിയത്തുൽ ഉലമക്ക് ഒരു എഴുത്തു കൊടുക്കുക ഒപ്പിട്ടിട്ട്. എന്താ അതിലുള്ളത്? ഈ സംഗതികളൊക്കെ ഇങ്ങനെ ചികിത്സന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഈ 38 ആൾ ഒപ്പിട്ടതിൽ ഒന്ന് ഞങ്ങളുടെ നാട്ടുകാരനാണ്, മണ്ണാർക്കാട്ടുകാരനാണ്. മണ്ണാർക്കാട്ടുകാരെ കുറിച്ച് എല്ലാരെ കുറിച്ചും മനസ്സിലാക്കരുത്, അയാളെ കുറിച്ച് മനസ്സിലാക്കിയാൽ മതി. അയാളെ കുറിച്ചാണ് പറയണത്. അയാളുടെ പിതാവും രണ്ടാളും മുജാഹിദ് പ്രസ്ഥാനത്തിൽ നേതാക്കളാണ്. അഥവാ ഷാഫി സ്വലാഹിയും അയാളുടെ പിതാവ് ഹംസ മൗലവിയും. ഇവർ രണ്ടാളും അവരുടെ നേതാക്കളാണ്. അപ്പൊ ഈ ഹംസ മൗലവി ഒരു ഭാഗത്തും ഷാഫി സ്വലാഹി മറുഭാഗത്തുമാണ്. അപ്പൊ ഷാഫി സ്വലാഹി ഒപ്പിട്ട 38 ആളുടെ കൂട്ടത്തിലുണ്ട്. ഇതിനെ കുറിച്ച് പിതാവ് പറയണ ആ ഒപ്പിട്ടെടുത്ത 38 പോത്തുകളാണ്. ആ 38 ആൾ ഒപ്പിട്ടെടുത്തത് പോത്തുകളാണ്. കൂട്ടത്തിൽ എന്തും പറഞ്ഞു, അതിൽ ഒന്നിന്റെ മകനാണെന്നും പറഞ്ഞു. അപ്പൊ സദസ്സിന് ആരോ ചോദിച്ചു, ഉത്തര പെങ്ങളോന്ന്. കാരണം മകന് പോത്താണെങ്കിൽ പിന്നെ വാപ്പാരേക്കാർ എന്ന് ചോദിച്ചു എന്നാ പറയുന്നത്. അത് ക്ലിപ്പ് അതിലുണ്ട്. ഇൻഷാ അല്ലാഹ് അത് സമയം കിട്ടുകയാണെങ്കിൽ ഇട്ട് തരുന്നത്. ഏതായാലും അത് ആ 38 ആൾ ഒപ്പിട്ടതിനെ കുറിച്ച് അനീഫ കായക്കൊടി പറയട്ടെ. വേണമെങ്കിൽ ചോദ്യം വരികയാണെങ്കിൽ പിന്നീട് വിശദീകരിക്കാവുന്ന വിഷയം അതിൽ പറയാ. ഇനിയും തെളിവ് വേണോ എങ്കിൽ ഒന്നുകൂടി കാണുക. അബൂ ഹുറൈറ തന്റെ റളിയല്ലാഹു അൻഹു തന്റെ പഴയകാല കഷ്ടപ്പാടുകൾ സൂചിപ്പിച്ചുകൊണ്ട് പറയുന്നു. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസ്, ലഖദ് റഅയ്തുനി വഇന്നി ലഅഖിറു ഫീമാ ബൈന മിൻബരി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ ഹുജ്റതി ആയിഷ മഗ്സിയൻ അലയ്യ ഫയജീഉൽ ജാഇ ഫയളഉ റിജ്ലഹു അലാ ഉനുഖി വയറാ അന്നി മജ്നൂൻ വമാ ബി മിൻ മജ്നൂൻ മാ ബി. ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മിമ്പറിലും ആയിഷ റളിയല്ലാഹു അൻഹയുടെ റൂമിനുമിടയിൽ ബോധരഹിതനായി വീണിരുന്ന രംഗം കാണുകയാണ്. അപ്പോൾ വരുന്നവൻ വന്ന് എന്റെ ചങ്കിൽ അവന്റെ കാലുവെക്കും. ഞാൻ ഭ്രാന്തനായി കാണപ്പെട്ടിരുന്നു, എന്നാൽ എനിക്ക് ഭ്രാന്തായിരുന്നില്ല, എനിക്ക് വിശപ്പ് മാത്രമായിരുന്നു. മാബി ഇല്ലൽ ജൂ'. അപ്പോൾ എന്താ സംഗതി അറിയോ?
ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹുവിനെ പോലത്തെ ഒരുപാട് സ്വഹാബികൾ വിദ്യാഭ്യാസത്തിന് വേണ്ടി പഠിക്കാൻ വേണ്ടി സുഫത്തിന്റെ അഹ്യാർ എന്ന് പിന്നീട് അറിയപ്പെട്ട ഒരു വിഭാഗം ആളുകൾ പള്ളിയുടെ ചെരുവിൽ മുതഅല്ലിമീങ്ങളായി ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഹദീസുകൾ മനഃപ്പാഠമാക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടെ ഒരുപാട് കാലം പിന്നാലെ നടക്കുകയും നബിയിൽ നിന്ന് ഹദീസുകൾ ധാരാളം റിപ്പോർട്ട് ചെയ്ത ആളാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ഭക്ഷണം കഴിക്കാനില്ലാതെ പ്രയാസപ്പെട്ട് വിശന്ന് പലപ്പോഴും ആ ഹദീസ് കേൾക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട്. ചരിത്രം സുദീർഘമാണ്. മഹാനവറുകൾ പലപ്പോഴും വിശന്ന് പള്ളിയുടെ ചെരുവിൽ ഒരു ഉമ്മറപ്പടിയിൽ തലവെച്ച് കിടക്കും. എന്തിനു വേണ്ടി? വല്ലവരും എന്നെ വിളിച്ചു കൊണ്ടുപോട്ടെ ഭക്ഷണം തരാൻ എന്ന് പ്രതീക്ഷിച്ചിട്ട്. അങ്ങനെ ചില ആളുകൾ ആ ഉമ്മറപ്പടിയിൽ കടന്നു പോകുമ്പോ ഇയാൾക്ക് ഭ്രാന്താന്ന് വരെ കരുതിയിട്ട് അദ്ദേഹത്തെ ചവിട്ടി അങ്ങോട്ട് പോകാറുണ്ട് എന്നാ. അതാണ് തെളിവിഞ്ഞ് എന്തിനെ? വിശന്നിട്ട് കിടക്കാണ് ഈ പാവം. അപ്പൊ ഇതാണ് തെളിവിഞ്ഞ് എന്തിനെ? ചവിട്ടി ചികിത്സ. കാരണം എന്താ? അവരെന്ത് കരുതിയിട്ടാണ് അവിടെ ചവിട്ടുന്നത്? ഇയാൾക്ക് ഭ്രാന്താണ് എന്ന് കരുതിയിട്ടാണ്. അപ്പൊ ഭ്രാന്ത് വന്നാൽ അതിന്റെ അർത്ഥം എന്താ? ചവിട്ടണം എന്നാണ് സ്വഹാബത്ത് മനസ്സിലാക്കിയിരുന്നത്. അതുകൊണ്ട് ആ ഹദീസിൽ നിന്ന് തെളിവ് ഉദ്ധരിച്ചുകൊണ്ടാണ് നീ ചവിട്ടി ചികിത്സിക്കുക എന്ന് പറയുന്നത്. അയാളെന്നെ പറയട്ടെ. വിശപ്പ് സഹിക്കാൻ കഴിയാതെ വീണ് കിടക്കുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് ഭ്രാന്തായിരിക്കുമെന്ന് സ്വഹാബികൾ വിചാരിച്ചു. അങ്ങനെയുള്ള ഒരു സ്വഹാബിയെ ആരെങ്കിലും ചങ്കിൽ ചവിട്ടുമോ? ചങ്കിൽ ചവിട്ടുമോ? എന്നാൽ അവർ ചവിട്ടിയത് ഈ ഭ്രാന്ത് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ്. അല്ലാതെ എന്തല്ല, വിശന്നു എന്നവർ മനസ്സിലാക്കിയിട്ടല്ല. ഭ്രാന്ത് വന്നാൽ അപ്പൊ ചവിട്ടണം എന്നാണ് അവർ മനസ്സിലാക്കിയത്. അത് സുദീർഘമാണ്, അങ്ങനെ പോകുന്നത്. ഏതായാലും ചുരുക്കുക. ഇങ്ങനെ ചവിട്ടി ചികിത്സ തുടങ്ങി. ചവിട്ടി ചികിത്സ എന്ന് മാത്രമല്ല, സക്കരിയ സ്വലാഹി ചികിത്സയെ കുറിച്ച് ഇവരൊക്കെ പ്രസംഗിക്കാൻ തുടങ്ങി പലയിടത്തും. ഇഫ്ലുർ റഹ്മാന്റെ അടുക്കലേക്ക്, ഇഫ്ലുർ റഹ്മാൻ എന്ന് പറഞ്ഞിട്ട് ഒരു ചികിത്സകാരിയുണ്ട്, ആ അടുക്കലേക്ക് സക്കരിയ സ്വലാഹി ആളെ പറഞ്ഞയച്ചു എന്ന് അവരെ ചർച്ച. അതൊക്കെയാണ് ഇയാളെ പുറത്താക്കാനുള്ള കാരണവും. അപ്പൊ സക്കരിയ സ്വലാഹി പ്രസംഗിക്കുമ്പോൾ പറയാണ്, ഞാൻ മാത്രല്ല അനസും പറഞ്ഞയച്ചിട്ടില്ലേ. ഇവരുടെ കൂട്ടത്തിൽ ഔദ്യോഗിക വിഭാഗത്തിന്റെ പ്രാസംഗികരായി നടക്കുന്ന ഈ കണ്ട അനീഫ മൗലവിയും മറ്റൊന്ന് അനസ് മൗലവിയുമാണ്. നേരത്തെ അമീദ് ഫൈസ് ഉസ്താദിന്റെ ക്ലിപ്പിട്ട് പ്രസംഗിച്ചല്ലോ, ആ അനസ് മൗലവിയുമാണ് ഇപ്പൊ ഔദ്യോഗിക വിഭാഗത്തിന്റെ ആളുകളായി നടക്കുന്നത്. ആ അനസ് മൗലവിയും എന്തായിട്ടുണ്ട്, ആളെ പറഞ്ഞയച്ചിട്ടുണ്ട് എന്ന് സക്കരിയ സ്വലാഹി പറയുന്നുണ്ട്. അപ്പൊ ഞാൻ മാത്രമല്ല അനസും ചികിത്സക്ക് ആളെ പറഞ്ഞയച്ചിട്ടുണ്ട്. ക്ലിപ്പുണ്ട്, ഇൻഷാ അല്ലാഹ്. കുറഞ്ഞ സമയം ആയതുകൊണ്ട് ഞാൻ ചുരുക്കണം. ഏതായിരുന്നാലും ഇങ്ങനെ ഇവര് പല നിലക്കും ചികിത്സ തുടങ്ങി. അതിന്റെ പുറമെ സലഫി മസ്ജിദുകൾ ആകമാനം ചികിത്സ തുടങ്ങി. അപ്പൊ പലരും ചെന്ന് ചോദിക്കാൻ തുടങ്ങി. പിന്നെ ഇവരുടെ മറ്റൊരു നേതാവിനോട് ചെന്ന് ചോദിക്കുന്നുണ്ട്, അഹമ്മദ് അലി മദനിയോട് ചോദിക്കുന്നുണ്ട്, അല്ല നമ്മളെ പള്ളിയിലൊക്കെ ഇങ്ങനെ ചികിത്സ മൗലവിമാർ തുടങ്ങിയിട്ടുണ്ടല്ലോ, എന്താണതെന്ന്. അപ്പൊ പറയാണ്, അതൊക്കെ അത് വേറെന്തെങ്കിലും നിങ്ങൾ തെറ്റിദ്ധരിച്ചായിരിക്കും എന്ന് പറഞ്ഞ് നമ്മൾ അവരെ പറഞ്ഞയച്ചു എന്നാ, കളവ് പറഞ്ഞിട്ട് പറഞ്ഞയച്ചു എന്ന് അഹമ്മദ് അലി മദനിനെ പറയുന്നുണ്ട്. അവരെ തെറ്റിദ്ധരിപ്പിച്ചു, ഞങ്ങൾ തിരിച്ചയക്കുകയാണ് ചെയ്തത്. ആ സമയത്ത് മടവൂർ ഗ്രൂപ്പ് പഴയ കാലത്ത് അത് ചോദിച്ചിരുന്നു ഇവരോട്, ഇപ്പൊ എവിടെ എത്തി നമ്മൾ, ജിന്നിനെയും ശൈത്താനൊക്കെ എതിർത്ത് നമ്മൾ തന്നെ പഠിച്ച് ചികിത്സ തുടങ്ങിയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് മടവൂർ ഗ്രൂപ്പിന്റെ മൗലവി. ഇതൊക്കെ ക്ലിപ്പുകളുണ്ട്, സമയത്തിന്റെ കാരണം ഞാൻ ചുരുക്കുകയാണ്. ഇങ്ങനെ തുടങ്ങി ഇവര് പല വിഷയത്തിലും അതിലേക്ക് പോയി. ഇതിന് തുടക്കം എന്താ അറിയോ? ഞാൻ നേരത്തെ പറഞ്ഞു വെച്ച ഇങ്ങനെ ജിന്നിനോടും മലക്കിനോടൊക്കെ നമ്മൾ കാണാത്ത രൂപത്തിൽ എന്തെങ്കിലും സഹായം തേടിയാൽ അത് നേരത്തെ പറഞ്ഞതുപോലെ ഇബാദത്താണോ സഹായത്തേട്ടം മാത്രമാണോ? ഞാൻ ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന ഒരാളോട് പറഞ്ഞു എന്തെങ്കിലും കൂടെ ആവശ്യപ്പെട്ടു, അത് ഒരു സഹായതേട്ടമാണ് എന്നതുപോലെ ഒരു സഹായതേട്ടം മാത്രമാണോ ജിന്നിനോട് ചോദിക്കുമ്പോഴും അതോ മലക്കിനോട് ചോദിക്കുമ്പോഴും അതോ അള്ളാഹുവിനോട് ചോദിക്കുന്നത് പോലെ അത് ഇബാദത്താണോ? അപ്പൊ സക്കരിയ സ്വലാഹി പറഞ്ഞത് ഇബാദത്തല്ല. കാരണം അതൊരു സഹായതേട്ടം മാത്രമാണ്. നമ്മൾ ഈ കൂട്ടത്തിൽ തന്നെ പല ആളുകൾക്കും പല കഴിവുണ്ടാവും. ഒരാളോട് ചോദിച്ചിട്ട് അയാൾക്ക് കഴിയുന്നില്ലെങ്കിൽ കഴിയുന്ന ആളോട് ചോദിക്കാലോ. വലിയൊരു പാറക്കല്ല അവിടെ കിടക്കുന്നുണ്ടെന്ന് വിചാരിക്കുക, ഒരാൾക്ക് അതിനെ എടുത്തുകൊണ്ടുവരാൻ പറഞ്ഞാൽ അയാൾക്ക് സാധ്യമല്ല. അപ്പൊ കുറച്ച് ആരോഗ്യമുള്ള ഒരാളോട് പറഞ്ഞാൽ അയാൾക്ക് അതിന് സാധിക്കും. എന്നതുപോലെ മനുഷ്യന് കഴിയാത്ത മറ്റൊരു സൃഷ്ടിയായ ജിന്നിന് കഴിയും, മലക്കുകൾക്ക് കഴിയും. അപ്പൊ അവർക്കൊക്കെ കൊടുത്ത കഴിവിൽ നിന്ന് ചോദിക്കുന്നത് എങ്ങനെയാ ഇബാദത്താകുക? അത് അവരോടുള്ള സഹായത്തായിട്ടല്ലേ ആവുള്ളൂ. അപ്പൊ അതുകൊണ്ട് അത് പ്രാർത്ഥനയല്ല, അതിന് പ്രാർത്ഥന എന്ന് പറയാൻ പറ്റൂല. അത് സക്കരിയ സ്വലാഹിനെ പ്രസംഗിച്ച് നേരിട്ട് കേൾക്കൂ നിങ്ങൾ. ഇസ്ലാം ജിന്നുകളെ കൊണ്ട് ജോലി ചെയ്യിച്ചിരുന്നു, അവരോട് പല കാര്യങ്ങളും ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അദ്ദേഹം ജിന്നുകളോട് പ്രാർത്ഥിച്ചു എന്ന് ഖുർആനിലോ ഹദീസിലോ പറഞ്ഞിട്ടില്ല. അപ്പൊ സിംഹാസനം കൊണ്ടുവരുന്ന പ്രാർത്ഥനയല്ല, അത് അഭൗതിക കാര്യമല്ലേ? അഭൗതിക കാര്യമല്ലത്. ജിന്നുകളെ സംബന്ധിച്ചിടത്തോളം അവരെ കഴിവിൽപ്പെട്ടൊരു കാര്യമാണ്. ബാക്കി പറയണ്ടോ?
അതുപോലെ വിജയപ്രദേശത്ത് ഉണ്ടായേക്കാനിടയുള്ള ജിന്നുകളും മലക്കളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവുന്നതല്ല. അതാണ് വലിയ ചർച്ചയിലേക്ക് വഴിവെച്ചത്. അഥവാ ഒഴിഞ്ഞൊരു സ്ഥലത്ത് വെച്ച് ജിന്നെ സഹായിക്കണേ, മലക്കേ സഹായിക്കണേ എന്ന് പറഞ്ഞാൽ അത് പ്രശ്നമല്ല എന്നുള്ളിടത്ത് വരെ എത്തി. ഇതാണ് വലിയ ചർച്ചയിലേക്കും ഒച്ചപ്പാടിലേക്കും വന്നത്. അത് പ്രാർത്ഥനയല്ല, അതൊരു സഹായ തേട്ടം മാത്രമാണ് എന്ന് ഇദ്ദേഹം പറഞ്ഞപ്പോഴാണ് ഇവർ പറഞ്ഞതല്ല അത് പ്രാർത്ഥനയാണ്. അതിന്റെ ഇടക്ക് ഇവരിത് ചർച്ച തുടങ്ങിയ കാലത്ത് ഇദ്ദേഹം ഇത് പറയുകയും അതേപോലെ തന്നെ ഇവരുടെയൊക്കെ ഉസ്താദായിരുന്ന പല സംവാദ വേദികളിലും മുഖാമുഖങ്ങളിലും ഇവരുടെ ഖണ്ഡന പ്രസംഗ സ്റ്റേജുകളിലൊക്കെ അവരുടെ ആദർശത്തിന്റെ ഉറവിടമായി രംഗത്തുണ്ടായിരുന്ന ജബ്ബാർ മൗലവി അത് അവരുടെ അൽ ഇസ്ലാം മാസികയിൽ എഴുതുകയും ചെയ്തു 2007. ഇത് ചർച്ചക്കൊന്ന്. അപ്പോൾ മടവൂര് ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾ ഇത് ചർച്ചക്കെടുത്തു. കണ്ടോ, സുന്നികളെ പോലെ വെറും ഖുറാഫികളായി. കാരണം ജിന്നുകളോട് സഹായം ചോദിക്കാം, മലക്കുകളോട് സഹായം ചോദിക്കാന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞ് ആ ഭാഗത്തേക്ക് വന്നു. അപ്പൊ ഇവർ ന്യായീകരിച്ചു. അതിന്റെ ഞങ്ങൾ പറഞ്ഞത് അതിൽ അഭൗതികമായ കാര്യങ്ങളില്ല, അഭൗതികമായ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ശിർക്കാവുള്ളൂ. ഇത് ഭൗതികമായ കാര്യം തന്നെയാണ്. കാരണം സൃഷ്ടികൾക്ക് കൊടുത്ത കഴിവിലാണ് അവരോട് ചോദിക്കുന്നത്. നമ്മൾ സാധാരണ ചോദിക്കുന്നത് പോലെ തന്നെ മലക്കളോടും ജിന്നോടും അതിന് പ്രാർത്ഥന എന്ന് പറയില്ല. അപ്പൊ അതുകൊണ്ട് പ്രശ്നമില്ല എന്ന് ഇവർ 6 വർഷക്കാലം ന്യായീകരിച്ചു. അതിന്റെ ഒക്കെ ക്ലിപ്പുകളുണ്ട്, ഞാൻ ചുരുക്കുകയാണ്. ഇങ്ങനെ ഇവർ 6 വർഷക്കാലം ന്യായീകരിച്ചപ്പോ ഇവര് ഇടയിൽ വളരെ ഒച്ചപ്പാടായി. പല ആളുകളും ഇതിനെതിരും ചില അനുകൂലം. ഇങ്ങനെ ചർച്ചകൾ നടന്നപ്പോ സക്കരിയ സ്വലാഹിയും ജബ്ബാർ മൗലിയും ഒറ്റപ്പെട്ടു എന്നല്ല, പല ആളുകൾക്ക് പലപ്പം കൂറണമെന്നുണ്ട്, പക്ഷെ കൂടിയ പുറത്താക്കുന്നുള്ള ഭീഷണിയാ. അത് മുമ്പേ ഇവർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ ജമിയത്തിനെതിരെ നീങ്ങിയ ആളുകളെ ഞങ്ങൾ വേണ്ട നടപടി എടുക്കുന്ന ആദ്യം പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ക്ലിപ്പുണ്ട് നമ്മളെടുത്ത്. രഹസ്യമായി അവർ കൂടിയ പ്രസംഗമാണത്. അവരുടെ ആളുകൾ മാത്രം, നേതാക്കൾ മാത്രം നടന്ന ലീഡേഴ്സിന്റെ മീറ്റിംഗിൽ നടന്ന പ്രസംഗം അത് നമ്മളെടുത്തുണ്ട്. അതൊക്കെ ജിന്നുകളിപ്പോൾ ഉള്ളതുകൊണ്ട് ക്ലിപ്പൊക്കെ നമുക്ക് വേഗം കിട്ടും, ഏതാവട്ടെ. അപ്പോ ആ ക്ലിപ്പ് നമ്മുടെ കൈവശമുണ്ട്. അന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ തീരുമാനം എടുക്കുന്നത്. അങ്ങനെ തീരുമാനം എടുക്കുന്നു പേടിച്ചിട്ട് ചില ആളുകളൊക്കെ അവരൊപ്പം തന്നെ കൂടി. അതിൽപ്പെട്ടതാണ് ഹനീഫ മൗലവി, അനസ് മൗലവി ഒക്കെ. അവരാദ്യം ഇവരെ ന്യായീകരിച്ചു പറഞ്ഞു, സക്കരിയയുടെ കൂടെ നിന്നു. പിന്നെ അവസാനം ഇരുന്ന് പുറത്താക്കുന്നു കണ്ടപ്പോ ഔദ്യോഗിക വിഭാഗത്തിന്റെ കൂടെ നിൽക്കുകയും അവർക്ക് വേണ്ടി ന്യായീകരിക്കാൻ തുടങ്ങുകയും ചെയ്തു. എന്നിട്ട് പറഞ്ഞു ഇവര് പറയുന്നത് ശിർക്ക് വാദമാണ്. സക്കരിയ സ്വലാഹി പറയുന്നത് ശിർക്ക് വാദമാണ് എന്ന് വെച്ചാൽ ഇങ്ങനെ ജിന്നുകളോടോ മലക്കളോടോ സഹായം തേടാന്ന് പറഞ്ഞാൽ സുന്നികൾ ഔലിയാക്കളോട് സഹായം തേടുന്നത് പോലെയാണ്. അങ്ങനെ ആകുമ്പോൾ അത് ശിർക്കാണെന്ന് പച്ചയിലാണ് പറഞ്ഞു. അപ്പൊ യാ ഇബാദുല്ലാഹ് അഈനൂനി എന്ന് ഹദീസിലുണ്ടല്ലോ എന്ന് വ്യക്തമായി ചർച്ചപ്പെട്ടു സക്കരിയ സ്വലാഹി. അതിൽ നമ്മൾ മുമ്പ് വേറെ മറുപടികളൊക്കെ പറഞ്ഞു, സക്കരിയ സ്വലാഹി വേറെ മറുപടികളൊക്കെ പറഞ്ഞിരുന്നു. എന്നതുപോലെ പറഞ്ഞാൽ പോരെ, അത് ശിർക്കാന്ന് പറയണോന്നാ? അല്ല, അത് ശിർക്കാന്ന് പറയണം എന്നുള്ളതാണ് അനസും അതുപോലെ തന്നെ കായക്കൊടി ഹനീഫയും ഔദ്യോഗിക വിഭാഗവും. അപ്പൊ ഇവര് പറയാം, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഹദീസ് അനുസരിച്ച് ഒരുപാട് ഇമാമിയങ്ങൾ അത് അമല് ചെയ്തിട്ടുണ്ടല്ലോ, അവരൊക്കെ മുശ്രിക്കാണോന്നാ? അത് വലിയൊരു ചോദ്യമാണ്. നമ്മൾ ഇവരോട് ചോദിച്ചിരുന്ന ചോദ്യമാണ് ഇപ്പൊ സക്കരിയ സ്വലാഹി പറയുന്നത്. ഇമാമിയങ്ങൾ മുശ്രിക്കാണോ? 28. സക്കരിയ സ്വലാഹി ഇവരോട് ചോദിക്കുകയാണ്, ഈ കഴിഞ്ഞു പോയ ഇമാമികളൊക്കെ അത് ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്, അത് ശിർക്കാണോ? അദ്ദേഹം തന്നെ ചോദിക്കും, നേരിട്ട് കേട്ടോളൂ. ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ബാധ്യത നിങ്ങൾക്കില്ലേ? എന്തുകൊണ്ടത് ശിർക്കായി? ഇത്രകാലം എന്തുകൊണ്ട് ശിർക്കല്ല എന്ന് പറഞ്ഞു? മാനദണ്ഡം മാറിപ്പോയോ? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തൗഹീദിന്റെ മാനദണ്ഡം ഇത്രകാലം ശിർക്കല്ലെന്ന് പറഞ്ഞത് ഇപ്പോൾ എങ്ങനെ ശിർക്കായി? അത് ബോധ്യപ്പെടുത്തി കൊടുക്കണ്ടേ? എന്നിട്ടല്ലേ ശിർക്കാരോപണം നടത്തുക? സുഹൃത്തുക്കളെ, ഇത് ഇവിടെ കൊണ്ട് നിൽക്കുന്നതല്ല. വാസ്തവത്തിൽ ആരൊക്കെ ഈ ഹദീസ് അനുസരിച്ച് അമൽ ചെയ്തോ, ഇബാദല്ലാഹ് എന്നതിനും ഹദീസ് എന്നതിനുമൊക്കെ പഴയ മറുപടികൾ അതിൽ പ്രാർത്ഥനയില്ല, ശിർക്കില്ല എന്നതായിരുന്നു. ഇപ്പൊ അത് മാറിയതാ പറയുന്നത്. മാറിയതോടുകൂടി എന്തായി? പഴയ മറുപടി എന്തായിരുന്നു? അതിൽ പ്രാർത്ഥന ഇല്ലാന്നിരുന്നു എന്ന്. അപ്പൊ പഴയ കാലത്തിനും മറുപടി വേറെ, ഇപ്പൊ ഒരു മറുപടി വേറെ. ഒരു ഹദീസിന് എന്താന്ന് നോക്കണം നിങ്ങൾ. ഇതാണ് ഇസ്ലാം. അവർക്ക് തോന്നുന്ന മാതിരി കൂടി ഇവർ മറുപടി ഉണ്ടാക്കല. പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിച്ച ഹദീസ് ഖുർആനിന്ന് അവർ പറഞ്ഞില്ലേ, അതിനും തെളിവ് കാണിച്ചു കൊടുത്തപ്പോ അതിനൊരു മറുപടി പറഞ്ഞു. അന്ന് അങ്ങനെ ഇപ്പൊ എന്തോ മാറിയോന്ന്. ഞങ്ങൾ വേണങ്ങൾ മൊത്തം മാറിയിട്ടുണ്ട്. അതിന് 1-2 ക്ലിപ്പുകൾ ഞങ്ങൾക്ക് കാണിച്ചു തരുന്ന വെച്ചാൽ ഒന്ന് മാറിയെന്നുള്ളേ അതുകൂടി പറഞ്ഞിട്ട് നിർത്തും. ഏതായിരുന്നാലും അതും ബാക്കിയോടും കേട്ടോളി.
ഇവിടെ KJUവിന്റെ ഓഫീസിൽ ഇരുന്നിട്ട് സർക്കുലർ ഇറക്കി KNM യൂണിറ്റുകൾ ഇടയലേഖനം വായിച്ചതുകൊണ്ട് ഇസ്ലാമിന്റെ തൗഹീദ് മാറുമോ? ഇമാം അഹ്മദ് ബിൻ ഹംബൽ ഈ ഹദീസ് അനുസരിച്ച് അമൽ ചെയ്തത് അബ്ബാസിന് മൗഖൂഫാണ്. അപ്പൊ ഇബ്നു അബ്ബാസ് ശിർക്ക് പ്രചരിപ്പിച്ചു അല്ലേ? ചോദ്യമാണ് മുമ്പ് ചോദിക്കാൻ, അങ്ങനെ കൊണ്ടുപോവുകയാണത്. ഇനി ഒരുപാട് ഇമാമിങ്ങളുണ്ട്, അവരൊക്കെ 50ഓളം കിതാബുകൾ ഞങ്ങൾ പരിശോധിച്ചു എന്ന് സക്കറിയ സ്വലാഹി പറയുന്നുണ്ട്. അതിൽ ഇമാമിങ്ങൾ ഒരുപാട്, ഇമാം നബി തങ്ങളടക്കമുണ്ട് റളിയല്ലാഹു അൻഹു. ഇങ്ങനെ ഒരുപാട് മഹാന്മാരൊക്കെ ശിർക്ക് പ്രവർത്തിച്ചോ? ഈ സ്വഹാബിയിൽ മൗഖൂഫായ സ്വഹാബിയും ശിർക്ക് പ്രചരിപ്പിക്കാൻ അനുമതി കൊടുത്തോ എന്നാണ് ഔദ്യോഗിക വിഭാഗത്തിനോട് ചോദിക്കുന്നത്. എന്നിട്ട് ഇനി ഇയാൾ ന്യായീകരിക്കുന്നത് എന്താ? ഇയാളോട് തിരിച്ച് നമുക്കൊരു ചോദ്യമുണ്ട്. ഇയാൾ പറയണത് എന്നാൽ അതങ്ങനെ അമൽ ചെയ്ത് നബി ചെയ്യാത്തത് കൊണ്ട് ഹറാമാണ് എന്ന്. വിഡിത്തം, മറ്റൊരു വിഡിത്തം ആലോചിച്ച് നോക്കണം. ശിർക്കല്ല, പക്ഷെ ഹറാമാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഇയാള് അവരോട് ചോദിച്ചാൽ അതേപോലെ ഇയാളോട് നമുക്ക് ചോദിക്കാനുള്ള എന്താ? അപ്പൊ ഹറാമ് ചെയ്യാൻ അഹ്മദ് ഹംബൽ റളിയല്ലാഹു അൻഹു സമ്മതം കൊടുത്തോ? അദ്ദേഹം ഹറാമ് ചെയ്തോ? ഇമാം നബി തങ്ങൾ ഹറാമ് ചെയ്തോ? അൽബാനി ഹറാമ് ചെയ്യാൻ സമ്മതം കൊടുത്തോ? അതുപോലെ തന്നെ ഈ സ്വഹാബ ഹറാമ് പ്രചരിപ്പിച്ചോ? ഇയാളോട് ചോദിക്കാനുള്ളത് നമുക്കതാ. രണ്ടു കൂട്ടരോടും ചോദിക്കാനുള്ളത്. ഒരാൾ ശിർക്ക് എന്ന് പറഞ്ഞു, അത് ശിർക്കിന് അവർ അനുമതി കൊടുത്തു എന്ന് ഇയാൾ ചോദിച്ചുകൊണ്ട് നമ്മളെ ചോദ്യം അതിൽ പെട്ടു അവരോട്. ഇയാളോട് നമുക്ക് ചോദിക്കാനുള്ളത് അത് ഹറാമാണെങ്കിൽ ഹറാം പ്രചരിപ്പിക്കാൻ അവർ കൂട്ടുനിന്നോന്നാ. നോക്കണം നിങ്ങൾ, ഇമാമിയങ്ങൾ എത്രയും ഒരുപാട് നോക്കണം നിങ്ങൾ. എന്നിട്ട് അവരൊക്കെ വിധേയമാക്കി നമ്മുടെ ഇമാമിയങ്ങൾ എഴുതി വെച്ചു. അത് സുന്നത്തായ ഒരു കർമ്മമാണ്, മഹാന്മാരുടെ പതിവാണ്, അവരെല്ലാം അങ്ങനെ ചെയ്തിരുന്നു, അവരെല്ലാം അങ്ങനെ സഹായം തേടിയിരുന്നു. ബഹുമാനപ്പെട്ട അമ്പിയാക്കൾ, ഔലിയാക്കൾ, അങ്ങനത്തെ ആളുകളെ മുൻനിർത്തി ഇവർ സഹായം തേടിയിരുന്നു. അപ്പൊ അതൊന്നും പുതിയ കാര്യങ്ങളല്ല എന്ന് ഇമാമിയങ്ങൾ എഴുതി വെച്ച അവിടെ നിന്നാൽ അതിനൊരു പ്രശ്നവുമില്ല. അതുപോലെ തന്നെ കർമ്മ രംഗത്തും വിശ്വാസ രംഗങ്ങളിലും 3 നൂറ്റാണ്ട് കാലത്തുള്ള മുൻഗാമികളായ സലഫുസ്സാലിഹ്യങ്ങളെ നമ്മൾ സ്വീകരിച്ചാൽ ഈ പ്രശ്നം ഉദിക്കുന്നില്ല. മുൻകാലത്തുള്ള ഇമാമിയങ്ങൾ പലരും അതിനെ ചർച്ച ചെയ്ത് വിശദാംശങ്ങൾ പിൽക്കാലത്തുള്ള ആളുകൾക്ക് കൈമാറിയിട്ടുണ്ട്. അവിടെ നിന്നാൽ ഈ പ്രശ്നമില്ലായിരുന്നു. എത്രത്തോളം ഇവര് ക്ലിപ്പുകൾ ഈ തൃത്തീവാക്കി വെച്ചുകൊണ്ട് അല്ലാത്ത ആയിരക്കണക്കിന് ക്ലിപ്പുകൾ വേറെയുണ്ട്. ഇവിടെ പറയാൻ വേണ്ടി തന്നെ അതിന് സമയമില്ലാത്തതുകൊണ്ട്, കാരണം നമ്മൾ വൈകിയല്ലോ തുടങ്ങാൻ വേണ്ടി, ഈ ചോദ്യോത്തരം നടക്കണ്ടേ, അതുകൊണ്ട് ചുരുക്കുകയാണ്. അപ്പൊ ഇവര് തന്നെ പരസ്പരം ഗുഫ്രാരോപണവും മറ്റും ചെയ്തതും അതുപോലെ തൗബ ചെയ്യുന്നതും ഞങ്ങൾ ആദ്യം ന്യായീകരിച്ച് ഞങ്ങൾ തൗബ ചെയ്യുന്നു എന്നൊക്കെ ഇവർ തന്നെ പറയുന്നു. എത്രത്തോളം, ഞാൻ ഒറ്റ വിഷയം കൂടി പറയാണ്, ഇങ്ങനെ ഭിന്നിച്ച് ഇവരാദ്യം ചർച്ച ചെയ്യുമ്പോൾ തന്നെ സുന്നികളെ അവർക്ക് പേടിയായ വിഷയത്തിൽ നേരിടാൻ സുന്നികളെ മുന്നിൽ വന്നത് ചോദ്യം ചോദിക്കാനോ ചർച്ച ചെയ്യാനോ പേടിയാ. കാരണം എന്താ അറിയോ? ഇവര് മുഖാമുഖം സംഘടിപ്പിക്കാറുണ്ട് ചിലപ്പോഴൊക്കെ. ഒരു ചോദ്യം ഒരു ഉപചോദ്യം എന്ന് പറയും, അതിനപ്പുറം പോകാൻ പറ്റൂല അറിയാം, കാരണം കുടുങ്ങുന്നറിയാം. ഇവർ നന്ദി ദാറുസലാം അറബി കോളേജിന് മുമ്പിൽ ഒരു മുഖാമുഖം പരിപാടി സംഘടിപ്പിച്ചു. അനസ് മൗലവിയും ഹനീഫ ഗായകൊടിയും അതുപോലെ തന്നെ ഇവരൊക്കെ ഈ സക്കരിയ സ്വലാഹി അടക്കമുള്ള ആളുകൾ നന്ദി കോളേജിന്റെ മുന്നിൽ മുഖാമുഖം സംഘടിപ്പിച്ചപ്പോ അവരെല്ലാവരും അതിന് പോകാൻ വേണ്ടി റെഡിയായി, പരസ്പരമൊക്കെ ധാരണയായി. അപ്പൊ സക്കരിയ സ്വലാഹി പറഞ്ഞു, നമ്മളൊന്ന് ഇരുന്ന് ചർച്ച ചെയ്യണം. കാരണം ഇത് നന്ദി കോളേജിന്റെ മുന്നിലാണ് മുഖാമുഖം. ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക് നമ്മൾ മറുപടി പറയുകയാണെങ്കിൽ വല്ല കാളമൂത്ര സാഹിത്യം പറഞ്ഞാൽ മതി. ഞാൻ പറയുന്ന വാക്കല്ല കേട്ടോ, അത് സക്കരിയ സ്വലാഹി പറഞ്ഞ. ജമാഅത്തെ ഇസ്ലാമിക്കാരിലെതിരെയുള്ള മുഖാമുഖാണെങ്കിൽ വല്ല കാളമൂത്ര സാഹിത്യം പറഞ്ഞാൽ മതി. ഇത് സുന്നികൾ, അത് കിതാബോടുള്ള പരിപാടിയാ, സംഗതി ഒന്നോട് മുറി. അദ്ദേഹം തന്നെ പറയുന്ന രംഗം കേട്ടോളൂ, ഭാഗ്യം പിന്നെ പറഞ്ഞുതരാം. നന്ദി മുഖാമുഖത്തിൽ ഞാൻ വരാതിരുന്നത് ജിന്നി വിഷയത്തിൽ ചോദ്യം വരുന്നത് പേടിച്ചിട്ടാണ്. സക്കരിയ സ്വലാഹിക്ക് ആദർശപരമായ അമൽ നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്താ പറയാൻ എളുപ്പം? അനസ് മൗലവി, നിങ്ങൾക്കറിയാം എന്താ ഞാൻ വരാത്തത്? ഹനീഫർക്ക് അറിയാം എന്താ വരാത്തത്? ഞാൻ പറഞ്ഞു മുഖാമുഖം നടക്കുന്നത് നന്ദി ദാറുസ്സലാം അറബി കോളേജിന്റെ മുമ്പിലാണ്. അതുകൊണ്ട് നിങ്ങൾ ജമാഅത്ത് മുഖാമുഖത്തിന് സംസ്കൃതിമായിട്ട് ബന്ധം കൊണ്ടിറങ്ങും, മജീസലായി തിരിച്ചുകൊണ്ട് അക്കാരിലുണ്ടിറങ്ങും, മറ്റേ അങ്ങനെ മൂന്നാളും മൂന്ന് സ്റ്റേജ് കയറണമായി സുന്യാലത്തുള്ള മുഖാമുഖത്തിന് പോകാൻ പറ്റൂല. ഇത് നിങ്ങളെ കാളമുത്ര സാഹിത്യം വായിച്ച മുഖാമുഖം, ഇത് കിതാബ് നോട്ടുള്ള പരിപാടിയാണ്. ഇത് കിതാബ് നോട്ടുള്ള പരിപാടിയാ. സംഗതി പഠിയും. നന്ദി ദാറുസലാമിന്റെ മുന്നിലാ, സുന്നി കോളേജിന്റെ മുമ്പിൽ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ നവ്വറല്ലാഹു മർകദഹു മഹാൻ അവർക്ക് നേതൃത്വം കൊടുത്ത നന്ദി ദാറുസലാമിന്റെ മുന്നിലാ. നല്ലോണം പേടിയുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇത് കാളമൂത്ര സാഹിത്യമല്ല, ഇത് നന്ദിയുടെ മുന്നിലാണ്. ബാക്കിയോടും പറയട്ടെ, ഇവരുടെ കാപ്പറ്റിയെ നോക്കണം നിങ്ങൾ. ഇനി നമ്മളറിയില്ലെന്നെ തർക്കം ഉണ്ടായതുകൊണ്ട് അവിടെ ചെന്നിട്ട് നമ്മളൊരു മുഖാമുഖം നടത്താൻ പറ്റുമോ?
അപ്പൊ അതുകൊണ്ട് ജനങ്ങളിടയിൽ പറയാനുള്ള ഒരു പോലീസ് മറുപടി കണ്ടെത്തണ്ടേന്ന് നോക്കണം നിങ്ങൾ കാപട്യം. അപ്പൊ മറുപടി പറയുന്നൊന്ന് വേറെ, ഇവരെ മനസ്സിലുള്ള ഒന്ന് വേറെ. അതിന് നമ്മളൊന്ന് ഇരുന്ന് ചർച്ച ചെയ്ത് അവരിന്നത് ചോദിച്ചാൽ അതിന് എന്ത് മറുപടി പറയും, അതിന് ഉപചോദ്യങ്ങൾ എന്തൊക്കെ വരാം, അതിനൊരു ഉത്തരം പോലീസിൽ കണ്ടിട്ട് വേണ്ടേ പോകാന്. ജക്കരിയ പറയട്ടെ. അതുകൊണ്ട് നമ്മൾ ഇരിക്കണം. വാദപ്രതിവാദത്തിനും മുഖാമുഖത്തിനും മുന്നോടിയായി ദിവസങ്ങളിൽ ഇന്ന് വിഷയങ്ങൾ ചർച്ച ചെയ്യണമെന്ന ഗമ്യത്തിന്റെ പഴയകാല നേതാക്കള് ഞങ്ങളെ പഠിപ്പിച്ചു. അങ്ങനെയല്ലേ? അപ്പൊ പറഞ്ഞു ഇരിക്കാം, എപ്പോഴും നാളെ ഇരിക്കാം, മറ്റന്നാൾ ഇരിക്കാം. അവസാനം പറഞ്ഞു നാളെ മുഖാമുഖാണി, നാളെ രാവിലെ എന്തായാലും ഇരിക്കാം. എനിക്ക് ബേജാറുള്ള കാരണം എന്താ അറിയോ, ഈ വിഷയത്തിൽ ഞങ്ങൾ തമ്മിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അത് സ്റ്റേജിൽ വരുമ്പോൾ വ്യക്താകാതിരിക്കണമെങ്കിൽ ഒരു പോലീസ് തീരുമാനിക്കണം. ഇന്ന ചോദ്യം വന്നാൽ ഏത് രൂപത്തിൽ മറുപടി വേണം. നമ്മൾ തമ്മിൽ അവിടെ നടത്താൻ പറ്റുമോ? അത് ഞങ്ങൾ തമ്മിൽ അപ്പൊ വിളിച്ച് മുഖാമുഖം നടത്താൻ പറ്റുമോ, ചർച്ച ചെയ്യാൻ പറ്റൂല. ഇനി എന്താ വേണ്ടേ, ഒരു പോലീസിന്റെ മറുപടി കണ്ടെത്തണമെന്ന്. അതുകൂടി അദ്ദേഹം പറയട്ടെ. നമ്മൾ ഇരിക്കണം, ഇരുന്നിട്ട് ചർച്ച ചെയ്യണം. എന്ത് ചോദ്യങ്ങളൊക്കെ വരാം, അതിനെന്ത് മറുപടി പറയണം, അതിനവരെന്ത് ഉപചോദ്യം ചോദിക്കും, അത് ചർച്ച ചെയ്തിട്ട് പോകണമെന്നാണ് വിനീതന എന്റെ അഭിപ്രായം. ഞാൻ വിവരക്കുറവുകൊണ്ടാണ്. എന്താ ചെയ്യാം? അപ്പൊ അവര് ഇരിക്കാന്നിട്ട് പിന്നെ അന്ന് രാവിലെ വിളിച്ചു നോക്കുമ്പോ ഒരാൾ സ്വിച്ച് ഓഫും ഒരാൾ ഫോൺ എടുക്കണില്ല. രണ്ടാളും സ്വഭാവം അതാണ്. പേടി കൊണ്ടാണ്. വരട്ടെ. ഫോണും സ്വിച്ച് ഓഫ് ആക്കി പോകണ്ടെന്ന് തീരുമാനിച്ചു. എന്നിട്ട് കുറച്ച് ബാക്കിൽ സക്കരിയ സുലായും തീരുമാനിച്ചു എന്നാ പറഞ്ഞ. അത് പറയട്ടെ. ഒരാൾ ഫോൺ എടുക്കണില്ല. രണ്ടാളും സ്വഭാവം അതാണ്. അപ്പൊ സക്കരിയ സുലായും ഫോണും സ്വിച്ച് ഓഫ് ആക്കി പോകണ്ടെന്ന് തീരുമാനിച്ചു. എന്നിട്ട് ലക്ഷദ്വീപിൽ വെച്ച് കണ്ടപ്പോ ഞാൻ പറഞ്ഞ സുമോലി, എനിക്കില്ല ഇങ്ങനെ കൂടിയിരിക്കാതെയും ചർച്ച ചെയ്യാതെയും മുഖാമുഖത്തിൽ നിൽക്കാനുള്ള ധൈര്യം എനിക്കില്ല. ഞാൻ അങ്ങനെ പഠിച്ച ആളല്ല. എന്ത് ചോദിച്ചാൽ ഇസ്ലാമിനെ പറ്റി ഞാൻ മറുപടി എനിക്ക് ധൈര്യമില്ല. വിഷയം ഏതാണോ ആ വിഷയത്തെക്കുറിച്ച് പ്രിപ്പയർ ചെയ്യണം, അതിനിരിക്കണം. അതുകൊണ്ട് ഞാൻ പ്രധാനം പ്രത്യേകിച്ച് നമ്മക്കൊക്കെ അഭിപ്രായത്തിലുള്ള വിഷയവും ചെയ്യുമ്പോ ഉണ്ടാവുമ്പോ എങ്ങനെ ഉണ്ടായി അത് ഇടയില്. ഇനി അടുത്ത അതിന്റെ ബാക്കി തന്നെ ലേസം കൂടി ഉണ്ട്. ഞങ്ങൾ പോയി മുഖാമുഖം നടത്തി ഇവരുടെ മഹല്ലുകളുള്ള ഇടത്തനാട്ടുകരയിൽ ഇതേപോലെ മുഖാമുഖം വെച്ചു അവര്. അപ്പൊ ചർച്ചക്ക് വന്നു. അത് അനസും പറയുന്നുണ്ട് മറ്റൊരു ഗ്രൂപ്പിലൂടെ. അവിടെ നമ്മൾ എന്ത് വിഷയങ്ങൾ വെക്കണം എന്ന് വെച്ചു. അപ്പോ ഒന്ന് തൗഹീദ് തന്നെയാണ് ഒന്നാമത്തെ വിഷയം വെച്ചത്. മറ്റു രണ്ട് വിഷയങ്ങളും ആ വിഷയങ്ങൾ വെച്ചപ്പോ അനസ് മൗലവി പറയാണ് സക്കരിയ സുലൈന് സമ്മതിക്കുന്നില്ല എന്ന്. അവിടുത്തെ ഒരാൾ വിളിച്ചു പറഞ്ഞു പോലും ഷെയ്ഖ് അതിനെ സമ്മതിക്കുന്നില്ല. ഏത് ഷെയ്ഖ്? സക്കരിയ ഷെയ്ഖ്. എന്താ കാരണം? അത് നമ്മളിടയിലുള്ള തർക്കമുള്ള വിഷയം ജിന്നിന്റെ ചോദ്യം വരുന്നു പേടിച്ചിട്ടാണ്. എന്നാ പിന്നെ എന്താ ചെയ്യാൻ? അവിടെ മരണവും അനന്തര കർമ്മങ്ങളും എന്നുള്ള ചർച്ച വെക്കാം, വേറെ വിഷയം വെക്കാം, ഇത് വെക്കണ്ടാവും. പേടി. തൗഹീദ് പറയാൻ പോലും പേടി. വിഷയം വെച്ച് മുഖാമുഖം നടത്താൻ പോലും പേടി. എവിടെ? അവരുടെ കോട്ട കൊത്തളങ്ങളിൽ പോയിട്ട് പോലും. സുന്നികളുള്ള സ്ഥലത്തല്ല പറയുന്നത്, പിന്നെ സുന്നികളുള്ള സ്ഥലത്ത് എന്ന് പറയാൻ കഴിയും. ഏതായിരുന്നാലും ഇങ്ങനെ തൗഹീദിന്റെ വിഷയത്തിൽ വരെ അവർക്ക് അബദ്ധം സംഭവിച്ചു. പല വിഷയങ്ങളും അങ്ങനെ അവർ മാറ്റിപ്പറിച്ചിട്ടുണ്ട്. പലതും അവർ മാറ്റിമറിച്ചിട്ട് നമ്മളെ മേത്തിൽ വിടാറുണ്ട്. ഒരു സ്ത്രീധനത്തിന്റെ ഒരു ചെറിയൊരു ക്ലിപ്പ് കൂടി കാണിച്ചിട്ട് ഞാൻ നിർത്താം. കാരണം ഞാൻ പറഞ്ഞു വെച്ചല്ലോ അങ്ങനെ ഒരു വിഷയം കാണിക്കാന്ന്. ഇവർ പരസ്പരം പല വിഷയങ്ങളും ഇങ്ങനെ ഭിന്നിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുക, എന്നിട്ട് നമ്മുടെ മേത്തിൽ ഇടുകയും ചെയ്യുക. ഇത് സുന്നികൾ തുടങ്ങിയച്ചാണെന്ന് പറയും. ഇപ്പൊ സ്ത്രീധനം വാങ്ങുന്നതും കൊടുക്കുന്നതും ആരാ? അത് സുന്നികൾ ഉണ്ടാക്കിയ പരിപാടിയാണ് അറിയും. എന്നാൽ സുന്നികൾ മാന്യമായി ചോദിച്ചു വാങ്ങും സ്ത്രീധനം. അവർ നല്ലവരാണ്. ഈ കാണുന്ന മൗലവി സുഹൈൽ ചുങ്കത്രൻ അദ്ദേഹം പറയുന്നത് സുന്നികൾ ചോദിച്ചു വാങ്ങും, അവർ നല്ലവരാണ്. ഞാൻ പറയില്ല കേട്ടോ. സുഹൈൽ ചുങ്കത്ര പറയാ അവർ നല്ലവരാ, ചോദിച്ചു വാങ്ങും. എന്നാൽ ചിലര് വാങ്ങും ഉള്ളുകൂടെ. എങ്ങനെ? അത് പേടിപ്പിച്ചിട്ട്. അത് നിങ്ങളെ പിന്നെ ഇവളെ ജ്യേഷ്ഠത്തിനെ കെട്ടിച്ചപ്പോ എത്രയാ കൊടുത്തേ? ഇവളെ ജ്യേഷ്ഠൻ കല്യാണം കഴിച്ചപ്പോ എത്രയാ വാങ്ങിയേ? എന്നിട്ട് അവസാനം പേടിപ്പിക്കും, നിങ്ങളെ മോളാൻട്ടോ ഇഷ്ടമുള്ളത് കൊടുത്തോളിന്ന്. അത് അദ്ദേഹം തന്നെ പറഞ്ഞു നോക്കൂ. ഇതാണ് ചിലർ ചോദിച്ചു വാങ്ങും. സുന്നികൾ നല്ലവരാണ്, അവർ ചോദിച്ചു വാങ്ങും. മറ്റൊരു ചോദിക്കാതെ വാങ്ങും ഉള്ളിക്കൂടെ. ഏട്ടത്തിക്ക് എത്രയാ കൊടുത്തത്? നിന്റെ ഏട്ടൻ കെട്ടിയപ്പോ എത്രയാ വാങ്ങിയത്? നിങ്ങൾ ഇഷ്ടമുള്ളത് കൊടുത്തു. പേടിപ്പിക്കാം. ഇനി അദ്ദേഹം പറയണ്ട എങ്ങനെയാണ് കല്യാണത്തിന്റെ രംഗം. കല്യാണം ഉണ്ടാവുമ്പോ എന്താ ചെയ്യുക? ഒരു കുട്ടിനെ കാണാൻ പോയാൽ പെൺകുട്ടിനെ കാണും, എന്നൊരു പെൺകുട്ടിയുടെ വീട്ടുകാരുമായി സംസാരിക്കും. അപ്പൊ പറയും, പിന്നെ ഈ പെൺകുട്ടിയുടെ വിശേഷങ്ങളൊക്കെ പറയും. ഇവിടെ മക്കത്തായ മരുമക്കത്തായ ഞങ്ങളവിടെയൊക്കെ മക്കത്തായാണ്. അതുകൊണ്ട് തന്നെ കെട്ടിക്കൊണ്ടുപോകും, ഭർത്താവിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും. അപ്പൊ കൊണ്ടുപോകുമ്പോ ഈ പെണ്ണിന്റെ വീട്ടുകാർ പറയാണ് ഈ ഭർത്താവിന്റെ വീട്ടുകാരോട്, ഇത് പിന്നെ ഇവള് കുറച്ച് നിസ്കരിക്കാനൊക്കെ കുറച്ച് പിന്നിലാണ്, ഇനി അവിടെ ചെന്നിട്ട് അവരത് കണ്ടിട്ട്
പ്രശ്നമാവണ്ടെന്ന് വിചാരിച്ചിട്ട് പറയാം, നിസ്കരിക്കാനൊക്കെ പ്രശ്നമാണ്, കുറച്ച് പിന്നിലാണ്. അപ്പൊ ഭർത്താവിനോട് കുഴപ്പമില്ല, ഞങ്ങളൊക്കെ നിസ്കരിക്കുന്നവർ, അതൊക്കെ അവിടെ വന്നാൽ ശരിയാവും. ഇവള് പള്ളിയിലൊന്നും അങ്ങനെ പോകാറില്ല, അതൊന്നും പ്രശ്നമല്ല, അത് ഞങ്ങൾ അവിടെ കൊണ്ടുപോയി ഞങ്ങൾ 5 വക്തിനും പള്ളി പോകാൻ ശരിയാവും. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവസാനം പറയും പണ്ടത്തിന് കുറച്ച് കുറവുണ്ട്. പണ്ടെന്ന് പറഞ്ഞ സ്വർണത്തില് അത് പറയുമ്പോൾ അവർ ശരിക്കും സ്വഭാവമാണ് കാണാം. അപ്പൊ പറയുന്ന പിന്നെ കാണാം അസ്സലാമു അലൈക്കും. ഇതാണ് ആരുടെ? മുജാഹിദുകളുടെ സ്വഭാവം എന്ന് അദ്ദേഹം തന്നെ തീർത്തു പറയട്ടെ. ഇഷ്ടമുള്ള കൊടുത്തു, നിങ്ങളെ മോളാണ് കേട്ടോ, പേടിപ്പിക്കുക ആ രീതിയിൽ. അപ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞാലോ, കല്യാണാലോചനയിലെ സ്വഭാവങ്ങൾ കണ്ടിട്ടില്ലേ? ഇന്ന് ഓള് മക്കനൊന്നുമില്ല, എന്റെ വീട്ടിലൊക്കെ മക്കൻ്റെ കുട്ടികളാണ്. ഓളിവിടെ വന്നാൽ പിന്നെ മക്കനട്ടിലെ പുറത്തണം, പള്ളിയിലൊന്നും ഇതുവരെ പോയിട്ടില്ല. അതൊക്കെ ഞങ്ങൾ കൊണ്ടേക്കോളാം, ഞങ്ങൾ 5 വക്തിനും പള്ളിയിൽ പോകണവരാ. പിന്നെ നിസ്കാരത്തിലൊക്കെ ലേശം കിട്ടും, അതൊന്നും സാറില്ല. പിന്നെ നമ്മളെ പണ്ടത്തിൽ ലേശം ഒരു കുറവുണ്ട്, എന്നാ മതി പിന്നെ കാണാൻ. അസ്സലാമു അലൈക്കും. ഇത് പറയുമ്പോ അവിടെ നിർത്തല്ല. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ഇതാണ് മുജാഹിദുകളുടെ കല്യാണ നിശ്ചയത്തിലെ പരിപാടി. അതും കൂടി പറയട്ടെ. ഇതാണ് മുജാഹിദിന്റെ കല്യാണത്തിലെ പല കല്യാണാലോചനയിലെയും സ്വഭാവം ഇതാണ്. അപ്പൊ ഇങ്ങനത്തെ പലതും അവര് ചെയ്യുക, എന്നിട്ട് നമ്മുടെ മേത്തേക്കിടുക. സുന്നികളാണ് അങ്ങനെ അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാൽ നിങ്ങൾക്ക് യഥാർത്ഥമായ ഇസ്ലാമിന്റെ ചര്യകൾ നിങ്ങളുടെ കൈവശമില്ല. നിങ്ങൾ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇസ്ലാമിനെ തകർക്കാൻ വന്ന പാശ്ചാത്യ ശക്തികളുടെ കളിപ്പാവകൾ പിൻപറ്റിയ ആളുകളാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഇസ്ലാമിനെ തകർത്തുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥമായ തൗഹീദിനെ വരെ നിങ്ങൾ പൊളിച്ചടുക്കി, അതിന്റെ പേരിൽ നിങ്ങൾ തമ്മിൽ തല്ലി, നിങ്ങൾ ഭിന്നിച്ചു, നിങ്ങളുടെ ഗ്രൂപ്പ് യോഗങ്ങൾ ഉണ്ടാക്കി. നിങ്ങൾ കേരളത്തിലെ മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി വന്നവരാണ്. ഇന്നും നിങ്ങൾ അത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ ഇത് ഈ കേരളത്തിലെ ഈ സമൂഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി നിങ്ങൾക്ക് കൂടുതൽ മുന്നോട്ട് പോകാൻ സാധ്യമല്ല. പഴയ കാലത്ത് ഏതൊക്കെ വിധ സംഘടനകൾ വന്നിട്ടുണ്ടോ അതൊക്കെ അവസാനിച്ചതുപോലെ ഇതും അവസാനിക്കാൻ പോകുന്നു. കെടാൻ പോകുന്ന വളക്കിന്റെ അവസാനത്തെ ആളിക്കത്തലാണ് ഇപ്പോൾ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ മാർഗത്തിൽ മുന്നോട്ട് ഗമിക്കാൻ സാധ്യമല്ല എന്ന് ഞങ്ങൾ പറയാൻ ഈ സമയം ഉപയോഗപ്പെടുത്തുകയാണ്. അതുകൊണ്ട് അതിൽ പെട്ടുപോയ ഏതെങ്കിലും സഹോദരന്മാരുണ്ടെങ്കിൽ അവരോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത്, യഥാർത്ഥമായ ഇസ്ലാമിന്റെ ചര്യ അവരുടെ കൈവശമില്ല. യഥാർത്ഥമായ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിനെ ഇവിടെ പറയുവാനും പ്രചരിപ്പിക്കുവാനും അതിന് നേതൃത്വം കൊടുക്കുവാനും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് മാത്രമേ സാധ്യമാകൂ എന്ന് നിങ്ങൾക്കും അറിയാം. നിങ്ങളുടെ പണ്ഡിതന്മാരെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിന്റെ ഗ്രിപ്പുകളും ഞങ്ങളുടെ കൈവശമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ തീർത്തു പറയുന്നു, അതിൽ പെട്ടുപോയ ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ മടങ്ങി വരിക. യഥാർത്ഥമായ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ പാതയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഉത്തമമായ 3 നൂറ്റാണ്ടുകാർ പഠിപ്പിച്ച ഇസ്ലാമിന്റെ ചര്യകളിലേക്ക്, ആ ചര്യയിലൂടെ പോയാൽ നമുക്കൊരിക്കലും ഖേദിക്കേണ്ടി വരില്ല. അല്ലെങ്കിൽ ഈ ദുനിയാവും ആഖിറവും ഖേദത്തിന്റെ നാടായി മാറുമെന്ന് നമ്മൾ മനസ്സിലാക്കി യഥാർത്ഥമായ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ പാതയിലേക്ക് തിരിച്ചു വരിക. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ നിങ്ങൾ പിന്നെ ചോദിക്കുമ്പോൾ ചോദ്യത്തിലൂടെ നമുക്ക് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഞാൻ ഒറ്റ വിഷയം ഈ വിഷയമായി പറയാനുള്ളത്, ഈ ചോദ്യോത്തര സെഷനുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, ഇസ്തിഖാമനെ ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയല്ലോ. SKSF-ന്റെ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ കീഴിലാണ് ഇത് നടന്നു വരുന്നത്. അത് ഈ പരിപാടി പല സ്ഥലത്തും ആദർശരംഗത്ത് ഇത് നടന്നു വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് പല നാടുകളിലും ഇത് എത്തിക്കാൻ വേണ്ടി നമ്മുടെ ക്ലാസ് റൂമും ഇന്നും ഇവിടെയുണ്ട്. പല സ്റ്റേജുകളിലും അത് ഉണ്ടാവാറുമുണ്ട്. ആദർശ പഠനത്തിന് വേണ്ടിയും മറ്റ് പല വിഷയങ്ങൾക്ക് വേണ്ടിയും ലോകത്തിന്റെ പല ഭാഗത്തും ഇത് വീക്ഷിക്കുന്ന ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. അവരുടെയും നമ്മുടെയും ജോലികൾ ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. അവരുടെ മരണങ്ങളിൽ നിന്ന് അവരെയും നമ്മെ അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഏതായിരുന്നാലും അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഇസ്തിഖാമയും അതുപോലെ അനുബന്ധ ഈ കാര്യങ്ങളൊക്കെ SKSF-ന്റെ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ കീഴിലാണ് നടന്നു വരുന്നത്. ഇതുപോലുള്ള ആദർശ സംവാദങ്ങളിൽ മുഖാമുഖങ്ങളിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഒന്ന്, സുന്നികളും അസുന്നികളും തമ്മിലുള്ള തർക്കത്തിലുള്ള വിഷയം മാത്രമേ ചോദിക്കാവൂ. സുന്നികളും മസാല പ്രശ്നങ്ങളൊക്കെ പലതും ഉണ്ടാകും. അതൊന്നും ഇവിടെ ചർച്ചാ വിഷയമല്ല. അതൊക്കെ ഉസ്താദുമാരുമായി ബന്ധപ്പെട്ട് പള്ളിയിലെ ഖത്തീബുമാരോ മുദരിസുമാരുമായോ ബന്ധപ്പെട്ട് നിങ്ങൾ തീർക്കുക. മസാല സംബന്ധമായ വിഷയങ്ങൾ. സുന്നികളും അസുന്നികളും തമ്മിലുള്ള വിഷയങ്ങൾ തന്നെ ഒരുപാടുണ്ട്. ആയിരക്കണക്കിന് എത്തിയിട്ടുണ്ടാവും. ഇപ്പോ പണ്ടൊക്കെ ഞങ്ങൾ എണ്ണീന്ന് 200 ചില്ലാന്നൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പൊ എത്രയുള്ളൂ എന്ന് തന്നെ പറയാൻ കഴിയില്ല. അത്രമാത്രം പല വിഷയങ്ങളിലായി. അപ്പൊ അതുകൊണ്ട് സുന്നികളും അസുന്നികളും തമ്മിലുള്ള തർക്കത്തിലുള്ള വിഷയങ്ങളെ ചോദിക്കാവൂ. ഒന്ന്. രണ്ട്, എത്ര ചോദ്യങ്ങളും ചോദിക്കാം. ചോദ്യം ചോദിക്കാനാണ് മൈക്ക് തരുന്നത്. അത് ചോദ്യം ചോദിക്കാം, പ്രസംഗിക്കാനല്ല. ചില ആളുകൾ അങ്ങനെ ധരിച്ചിട്ട് കുറെ നിന്ന് പറയാറുണ്ട് അവരുടെ ആദർശം പറയാനല്ല, ചോദ്യം ചോദിക്കാനാണ് നിങ്ങൾക്ക് അവസരം തരുന്നത്.
ആ ചോദ്യം നിങ്ങൾക്ക് ചോദിക്കാം, അതിന് മറുപടി ഇവിടുന്ന് പറയും. മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തൃപ്തിയായോ ഇല്ലേ എന്ന് നിങ്ങൾ പറയണം. ആ ചോദ്യത്തിന് മറുപടി തൃപ്തിയായിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് എന്ന് നിങ്ങളോട് ഞങ്ങൾ തിരിച്ചു ചോദിക്കും. അപ്പൊ നിങ്ങൾ അതിന് കാരണം പറഞ്ഞാൽ അതിനനുസരിച്ച് വീണ്ടും ഇവിടുന്ന് മറുപടി വരും. ഇനി അല്ല തൃപ്തിയായെങ്കിൽ തൃപ്തിയായി എന്ന് പറയണം. മറ്റൊന്ന്, പിന്നെ അയാൾ ചോദ്യം ചോദിക്കുന്ന ആളുടെ പേരും സംഘടനാ ബന്ധവും പറയണം. എന്താ അങ്ങനെ പറയാൻ കാരണം? റെഡിമെയ്ഡ് മുഖാന്ന് ചിലർക്ക് പറയാറുണ്ട്, ചിലരങ്ങനെ നടത്താറുണ്ടായിരിക്കും. അല്ലാഹു ആലം. ഞങ്ങൾ നടത്തുന്ന റെഡിമെയ്ഡ് അല്ല. ഇവിടെ മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമി, തബ്ലീഗ് ജമാഅത്ത് പോലത്തെ പുത്തൻ പ്രസ്ഥാനക്കാർക്ക്, തബ്ലീഗ് ജമാഅത്ത് പുത്തൻ പ്രസ്ഥാനക്കാരാണോ എന്ന് ചിലർ ചിന്തിക്കണം. ആണ്. ഇന്നത്തെ ബിദഈ ആശയങ്ങളൊക്കെ അവർക്കുണ്ട്. അവരുടെ ഗ്രന്ഥങ്ങളും നമ്മുടെ മുന്നിലുണ്ട്. അത് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ചർച്ച ചെയ്യാം. സംശയങ്ങളോട് ചോദിച്ചോളൂ. അപ്പൊ അതുകൊണ്ട് ഈ പറയപ്പെട്ട പുത്തൻ ചിന്താഗതിക്കാർ, ആ ആളുകൾക്ക് ഉണ്ടാകുന്ന ചോദ്യങ്ങളാണ് ചോദിക്കേണ്ടത്. അവരാണ് അതിന് വരികയും ചെയ്യേണ്ടത്. സുന്നികൾ ആരും ചോദിക്കരുത് ഈ സമയത്ത്. കാരണം സുന്നികൾ ചോദിച്ചാൽ പറയാം അത് റെഡിമെയ്ഡ് ഓര് തന്നെ ചോദ്യം ഉണ്ടാക്കി ചോദിച്ചാണ് ഏറെ. അപ്പൊ അത് വേണ്ട. ഈ പറയപ്പെട്ട മുജാഹിദ്, ജമാഅത്ത് ഇസ്ലാമി, തബ്ലീഗ് ജമാഅത്തിന്റെ ആളുകൾക്ക് അവിടെ നിന്ന് 2 കസാല മാറ്റിട്ട് കൊടുക്കും. ആ 2 കസാല, എന്നിട്ട് അതാ ഒഴിവുള്ള 2 കസാല കൊണ്ട് മുന്നിൽ ഇട്ട് കൊടുത്താൽ മതി. അതിൽ വന്നിരുന്ന് നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാനുള്ള അവസരമുണ്ട്. അതിന് ഇവിടുന്ന് കൃത്യമായ മറുപടി പറയും. അപ്പോൾ നിങ്ങൾക്ക് പൂർണ്ണമായ സംരക്ഷണം ഞങ്ങൾ നൽകുന്നു. അതിന്റെ ഉത്തരവാദിത്തം ഞങ്ങൾ എടുക്കുന്നു. പിന്നെ അതിന് ഈ സദസ്സിനോട് പറയാനുള്ളത്, അവർ ചോദ്യം ചോദിക്കുമോ ഉത്തരം പറയുമ്പോൾ ചിലപ്പോൾ അവർ സമ്മതിക്കും. കാരണം വിവരമില്ലാതെ പെട്ടുപോകുന്നതാണ് പലരും. അതില് ഇതെന്താണ് ഏതാണെന്ന് അറിയാതെ പെട്ടുപോകുന്നതാ. അപ്പൊ യഥാർത്ഥത്തിൽ അതിന്റെ വശം പറഞ്ഞു കൊടുക്കുമ്പോൾ അവരത് സമ്മതിക്കുമ്പോൾ നമ്മൾ തെക്കുബീർ ചൊല്ലി അവരെ വശലാക്കാനൊന്നും നിൽക്കണ്ട. തെക്കുബീർ ചൊല്ലിയിട്ട് നമ്മളതൊരു വിജയാഘോഷിക്കല്ല ഇവിടെ വിഷയം. പാവപ്പെട്ട ആരെങ്കിലും ഇത് പെട്ടുപോരില്ല, അവരെ രക്ഷപ്പെടുത്തലാണ്. അതുപോലെ കൈയടിക്കാനോ തെക്കുബീർ ചെല്ലാനോ ഒന്നും നമ്മൾ നിൽക്കണ്ട. അവർ പഠിക്കാൻ വേണ്ടി ചോദിക്കുന്നതാണ്. അവർ പഠിച്ച് മനസ്സിലാക്കി സുന്നത്ത് ജമാഅത്തിന്റെ പാതയിലേക്ക് വരണമെന്നാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ പറയപ്പെട്ട കക്ഷികളിൽ ബിദഈ കക്ഷികൾ ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ചോദിക്കാനുള്ള അവസരമാണ്.